Hello my dear champions, എല്ലാവർക്കും വേദാന്തുന്റെ മലയാളം ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സുസ്വാഗതം. എല്ലാവരും സൂപ്പർ ഡൂപ്പർ റെഡി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു മൈ ഡിയർ സ്റ്റുഡൻസ്. എന്ന അറ്റോമിക് സ്ട്രക്ചറിന്റെ തിയറിയുടെ എൻഡിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഈ ക്രാഷ് കോഴ്സ് അറ്റോമിക് സ്ട്രക്ചറിന്റെ ലാസ്റ്റ് തിയറി സെഷനിലേക്ക് കിടക്കുകയാണ്. ഇവിടെ നമ്മൾ ഇൻഫാക്ട് അറ്റോമിക് സ്ട്രക്ചറിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാണ്ടം നമ്പേഴ്സ് എന്ന ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവരും പെന്നും പേപ്പറൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കൂ എന്ന് ഞാൻ പറയുന്നു മൈ ഡിയർ സ്റ്റുഡൻസ്. വേറൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ പേര് നാളൊക്കെയാണ്. പുതിയ മക്കളുണ്ടെങ്കിൽ എൻ്റെ പേര് സുദർശൻ, പഠിച്ചതൊക്കെ ബെജ്പിലാനിയാണ്, ചരിത്രമൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതിയ പിള്ളേരുണ്ടെങ്കിൽ, പുതിയ മക്കളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പഴയ വീഡിയോസ് കാണുക. അവിടെ ഞങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാം. അതേപോലെ തന്നെ ചാപ്റ്റേഴ്സിനെയും കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും. നമ്മൾ ടോപ്പിക്സ് ഒക്കെ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പറഞ്ഞ പോലെ. പിന്നെ ഒരു ഇൻഫോർമേഷനും കൂടി ഉള്ളത്, പുതിയ മക്കളോട് പറയാനുള്ളത്, പഴയ മക്കൾക്ക് ഓൾറെഡി അറിയാം. ഈ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ അത്രയും ഇൻറ്റൻസ് ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ, സർ ഇത് മാത്രം മതിയോ ഈ ചാപ്റ്റർ ക്ലിയർ ചെയ്യാനായിട്ട്? അബ്സല്യൂട്ട്ലി യെസ്. അത്രയും ഇൻറ്റൻസും അത്രയും ഇൻഡെപ്തുമായിട്ടാണ് നമ്മളിത് എടുക്കുന്നത്. നിങ്ങൾ വീഡിയോസ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ബേസിക് ലെവലിൽ നിന്ന്. പക്ഷെ ഒരു ലെക്ചർ ചിലപ്പോൾ 1.5 മണിക്കൂറോ 2 മണിക്കൂറോ ഉണ്ടാകും. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 3 to 4 ലെക്ചറിൽ നമ്മൾ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. അതിൻ്റെ അർത്ഥം നമ്മൾ ഒരു ടോപ്പിക്കും വിടുന്നില്ല മൈ ഡിയർ സ്റ്റുഡൻസ്. അത്രയും ഇൻറ്റൻസ് ആയിട്ട് തന്നെ നമ്മൾ പോകും. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, പെർഫെക്റ്റ്. അപ്പോൾ ഇത് മനസ്സിൽ വയ്ക്കുക. നമുക്കപ്പോൾ പതിയെ കാര്യത്തിലോട്ട് കിടക്കാം മൈ ഡിയർ സ്റ്റുഡൻസ്. എന്താണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്? ഞാൻ പറഞ്ഞ പോലെ തന്നെ അറ്റോമിക് സ്ട്രക്ചറിൻ്റെ, അതായത് ഈ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ അവസാനത്തെ സെഷനാണ് നമ്മളിന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്വാണ്ടം നമ്പേഴ്സ് എന്ന അതിമനോഹരമായ എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് നമ്മളിന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. പക്ഷെ അതിന് മുമ്പ്, ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കേരളക്കാരെ മൊത്തം ഉള്ള മലയാളി മക്കൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നുള്ളത് നമുക്ക് വലിയ സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക. കാര്യം ഇത് നമുക്കൊരു മോട്ടിവേഷനാണ്. ഓക്കെ, നമുക്ക് നിങ്ങൾ തരുന്നൊരു മോട്ടിവേഷനാണ്. സാറ് പറയുന്നതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്, സാറിൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾ ഞങ്ങളോട് പറയുന്നത് ഒരു ലൈക്കിൻ്റെയോ ഒരു ഷെയറിൻ്റെയോ ഒരു സബ്സ്ക്രിപ്ഷൻ്റെയോ ബേസിസിലാണ്. സോ പ്ലീസ് ഡു സപ്പോർട്ട് അസ്. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ മാത്രം. ഓക്കെ, ഫൈൻ, കൂൾ. അപ്പം നമുക്ക് സെഷനിലേക്ക് കിടക്കാം മൈ ഡിയർ ചാമ്പ്യൻസ്. എല്ലാവരും പെന്നും പേപ്പറൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കൂ. അറ്റോമിക് സ്ട്രക്ചറിൻ്റെ പാർട്ട് 3 അല്ല ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഏത് പാർട്ടാണ് മൈ ഡിയർ സ്റ്റുഡൻസ്? നമ്മളിന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് പാർട്ട് 4 ആണ് അല്ലേ? നമ്മളിന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് 4ാമത്തെ ലെക്ചറാണ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, അറ്റോമിക് സ്ട്രക്ചറിൻ്റെ 4ാമത്തെ ലെക്ചറാണ് നമ്മളിന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ബേസിക്കലി ഫൈനലി ഇതോടുകൂടി തിയറി എല്ലാം തീരും. നെക്സ്റ്റ് സെഷൻ പ്രോബ്ലം സോൾവിങ് സെഷൻ ആയിരിക്കും. ഓക്കെ, ഫൈൻ, കൂൾ. അപ്പോൾ നമുക്ക് ക്വാണ്ടം നമ്പേഴ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാനുള്ളത്. ഓക്കെ, ഇതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരേ ഒരു കാര്യം പറയാനുള്ളത്, ദയവ് ഇത് പഴയ വീഡിയോസ്, അതായത് മുമ്പത്തെ വീഡിയോസ് കാണുക. ഫസ്റ്റ് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 കാണുക. കാര്യം അത് കണ്ടാലേ ഇത് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാവും. എന്നാൽ ചില മക്കൾ പറയും, സാറേ ആ ടോപ്പിക്സ് ഒക്കെ എനിക്ക് നേരത്തെ അറിയാം, ഞാൻ ഇത് കാണാൻ വേണ്ടി മാത്രമാണ് ഇങ്ങോട്ട് വന്നത്. ഓക്കെ, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, പക്ഷെ അണ്ടർസ്റ്റാൻഡ്, അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞ ടോപ്പിക്ക് വളരെ ബേസിക്, വളരെ ഫണ്ടമെൻ്റൽ ആയിട്ട് കുറേ കൺഫ്യൂഷനുള്ള ടോപ്പിക്സ് ആണ്. അതുകൊണ്ട് തന്നെ പഴയ ലെക്ചേഴ്സ് കാണുക തന്നെ വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, എന്തെങ്കിലും കിട്ടിയാലോ അല്ലേ? നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും അതിലെന്തായാലും ഉണ്ടാവും. ഓക്കെ, അത് ഞാൻ വാക്ക് തരാം. അപ്പോൾ ദയവീത് അത് കാണാൻ നോക്കുക. ഒന്നില്ലെങ്കിൽ ഒരു 2x സ്പീഡിൽ, ഒരു 1.5x സ്പീഡിൽ അത് കണ്ടു നോക്കുക. ഓക്കെ, കൂടുതൽ അറിയുന്നത് എന്തായാലും ഒരു തെറ്റല്ല അല്ലേ? ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു നോ മോർ. ഓക്കെ, ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു നോ മോർ. യെസ് ഓർ നോ? ഫൈൻ.
അപ്പോൾ നമുക്ക് ക്വാണ്ടം നമ്പേഴ്സിലേക്ക് കിടക്കാം. ക്വാണ്ടം നമ്പേഴ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് മക്കളെ ഡിസ്കസ് ചെയ്തത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ അല്ലെങ്കിൽ വേവ് മെക്കാനിക്കൽ മോഡൽ ഡിസ്കസ് ചെയ്തപ്പോൾ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് അവിടെ ഡിസ്കസ് ചെയ്തത് ഈ ഒരു സംഭവമാണ്. എന്താണിത്? ദിസ് ഈസ് ബേസിക്കലി വേവ് ഫംഗ്ഷൻ അല്ലേ? ദിസ് ഈസ് ബേസിക്കലി ദ വേവ് ഫംഗ്ഷൻ. എന്താണ് വേവ് ഫംഗ്ഷൻ? ഞാനൊരു റീക്യാപ്പ് തരാം. എന്താണ് വേവ് ഫംഗ്ഷൻ റെപ്രസെന്റ് ചെയ്യുന്നത്? ബേസിക്കലി പറയുന്നത് ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിൽ ഇലക്ട്രോണിനെ ഒരു വേവ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, ഡിബ്രോയിസ് ഇക്വേഷനും ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളൊക്കെ വെച്ചിട്ട് നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഡിസ്ക്രൈബ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഇലക്ട്രോണിനെ ഇനി തൊട്ടൊരു പാർട്ടിക്കിൾ ആയിട്ടല്ല, ഇലക്ട്രോണിനെ നമ്മളൊരു വേവ് ആയിട്ടാണ് കാണുന്നത്. ആ വേവ് ആയിട്ട് കാണുമ്പോൾ ആ വേവിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ ഫങ്ഷൻ, ആ വേവിനെ ഫോർ എക്സാമ്പിൾ ഒരു സ്ട്രെയിറ്റ് ലൈനെ റെപ്രസെന്റ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ഏതാണ്? നമുക്കറിയാം, ഒരു സ്ട്രെയിറ്റ് ലൈനെ റെപ്രസെന്റ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ y is equal to mx plus c. യെസ് ഓ നോ? ഒരു പാരബോളയെ റെപ്രസെന്റ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ഏതാണ്? y is equal to x square അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ഒരു പാരബോള, ബേസിക് ഡെഫിനേഷൻ നിങ്ങൾക്കറിയാം, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് ഒരു പാരബോളയെ റെപ്രസെന്റ് ചെയ്യുന്നത്. യെസ് ഓ നോ? ഫൈൻ. അതേപോലെ തന്നെ ഒരു സൈൻ വേവ് എന്ന് പറയുന്നത് സൈൻ എക്സ് ആണ്, കോസ് വേവ് എന്ന് പറയുന്നത് കോസ് എക്സ് ആണ്. ഇതൊക്കെ ഡിഫറെന്റ് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ആണ്. അതേപോലെ തന്നെ ഒരു ഇലക്ട്രോൺ എന്ന വേവിനെ റെപ്രസെന്റ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ് വേവ് ഫംഗ്ഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? പിന്നെ നമ്മൾ പറഞ്ഞത് എല്ലാവരും നോക്കുക. പിന്നെ നമ്മൾ പറഞ്ഞത് ഒരു ആറ്റം എടുക്കുമ്പോൾ മൾട്ടിപ്പിൾ വേവ് ഫങ്ഷൻസ് പോസിബിൾ ആണ്. ഒരു ഇലക്ട്രോണിന് ഒരു ആറ്റത്തില് മൾട്ടിപ്പിൾ വേവ് ഫങ്ഷൻസ് പോസിബിൾ ആണ്. psi1, psi2, psi3 ഇങ്ങനെ മൾട്ടിപ്പിൾ വേവ് ഫങ്ഷൻസ് പോസിബിൾ ആണ്. ഒറ്റൊരു വേവ് ഫങ്ഷൻ അല്ല, മൾട്ടിപ്പിൾ വേവ് ഫങ്ഷൻസ് പോസിബിൾ ആണ്. യെസ് ഓർ നോ? അതായത് മൾട്ടിപ്പിൾ വേവ് ഫോംസിൽ ഒരു ഇലക്ട്രോണിനെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും ഒരു ആറ്റത്തിൽ. യെസ് ഓർ നോ? പിന്നെ നമ്മൾ പറഞ്ഞത് ഈ വേവ് ഫംഗ്ഷൻ കൊണ്ട് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഉപയോഗം എന്താണ്? ഈ വേവ് ഫംഗ്ഷൻ കൊണ്ട് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഉപയോഗം ഇതിന്റെ സൈ സ്ക്വയർ വാല്യൂ ആണ്. ഈ സൈ സ്ക്വയർ എന്താണ് തരിക മൈ ഡിയർ സ്റ്റുഡന്റ്? ഈ സൈ സ്ക്വയർ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ആണ്. പഴയ മക്കളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, പുതിയ മക്കൾക്ക് അറിയില്ലെങ്കിൽ കഴിഞ്ഞ ലെക്ചർ കാണാം. എന്നാലും ഞാൻ ചെറുതായിട്ട് പറഞ്ഞു. പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദി ഇലക്ട്രോൺ അറ്റ് എ ഗിവൺ പോയിന്റ്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഈ psi1 എടുത്തു, psi1 എന്ന വേവ് ഫംഗ്ഷൻ എടുത്തു. psi1 എന്ന വേവ് ഫംഗ്ഷൻ ബേസിക്കലി എക്സിലും വൈയിലും സെഡിലുമാണ്. ബേസിക്കലി ദീസ് ആർ ദ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്. യെസ് ആണോ? ഞാൻ ഈ psi1 സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എക്സിനും വൈനും സെഡിനും ഡിഫറെന്റ് വാല്യൂസ് ഇടുമ്പോൾ ആ വാല്യൂസില് ആ പോയിന്റില്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ x2 y1 z0 എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റില്, ഇത് ബേസിക്കലി കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഒരു പോയിന്റ് ആണ്. ഈ ഒരു പോയിന്റില് ഇലക്ട്രോണിനെ കണ്ടുപിടിക്കാനുള്ള പ്രോബബിലിറ്റി ആണ് ഈ psi1 സ്ക്വയർ തരുന്നത്. അതുകൊണ്ട് നമുക്ക് വേറൊരു ഉപയോഗമുണ്ട്. എന്താണ് ഞാൻ പറഞ്ഞത് മൈ ഡിയർ സ്റ്റുഡൻസ്? ഇങ്ങനെ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ psi1 സ്ക്വയർ എടുത്തു. ഓക്കെ, XY Z ഡിഫറെന്റ് പോയിന്റ്സ് ഓഫ് എക്സും വൈ സെഡും എടുത്തു. അങ്ങനെ ഡിഫറെന്റ് പോയിന്റ്സ് എടുക്കുമ്പോൾ നമ്മൾ ഒരു കളക്ഷൻ ഓഫ് പോയിന്റ് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും മെജോറിറ്റി ഓഫ് ദ ടൈം അല്ലെങ്കിൽ മേജർ പ്രോബബിലിറ്റി അല്ലെങ്കിൽ
മോസ്റ്റ് ഓഫ് ദ ടൈം ഇലക്ട്രോൺ നിൽക്കാൻ പോകുന്നത് ഒരു certain റീജിയനിലായിരിക്കും. നമ്മൾ ഈ കളക്ഷൻ ഓഫ് പ്രോബബിലിറ്റി എടുത്തു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ, എല്ലായിടത്തും കുറച്ച് പ്രോബബിലിറ്റി ഉണ്ടെങ്കിലും മെജോറിറ്റി ഓഫ് ദ ടൈം ഇലക്ട്രോൺ നിൽക്കാൻ പോകുന്നത് ഒരു പെർട്ടിക്കുലർ റീജിയൻ ആയിരിക്കും. For example, there is maximum probability of finding the electron in a spherical region. Suppose ഈ wave function എടുത്തു കഴിഞ്ഞാൽ ഈ വേവ് ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞ് എക്സിന്റെയും വൈന്റെയും സെഡിന്റെയും വാല്യൂ മാറി ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കുറെ കളക്ഷൻ ഓഫ് പ്രോബബിലിറ്റി കിട്ടും. ആ പ്രോബബിലിറ്റീസ് ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവും there is a set of region അല്ലെങ്കിൽ ഒരു കളക്ഷൻ ഓഫ് പോയിന്റ്സ്. ആ പോയിന്റ്സിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആ റീജിയന്റെ ഉള്ളിലായിരിക്കും മെജോറിറ്റി ഓഫ് ദ ടൈം ഇലക്ട്രോൺ കാണാൻ പോകുന്നത്. ബേസിക്കലി അപ്പം നമുക്ക് എന്ത് ഐഡിയ ആണ് കിട്ടുന്നത്? നമുക്ക് മനസ്സിലാവും ഇലക്ട്രോൺ നിൽക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇലക്ട്രോൺ മൂവ് ചെയ്യാൻ പോകുന്ന ചില പോസിബിൾ റീജിയൻസ് നമുക്ക് ഈ വേവ് ഫംഗ്ഷനിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ സ്ക്വയർ ഓഫ് ദ വേവ് ഫംഗ്ഷനിൽ നിന്ന് കിട്ടും. ഫോർ എക്സാമ്പിൾ ഞാൻ അതേപോലെ തന്നെ psi2 എടുത്തു. psi2 എടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ പ്രോബബിൾ എനിക്ക് കിട്ടാൻ പോകുന്ന, ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ തരാം. ഞാൻ ഇങ്ങനെ കളക്ഷൻ ഓഫ് പോയിന്റ് എടുത്തു കഴിഞ്ഞ് ഈ പ്രോബബിലിറ്റി ഒക്കെ ഞാൻ അനലൈസ് ചെയ്യുമ്പോൾ ഈ പ്രോബബിലിറ്റി ഒക്കെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്നത് ഒരു കളക്ഷൻ ഓഫ് പോയിന്റ്സിൽ മെജോറിറ്റി ഓഫ് ദ ടൈം അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബബിൾ റീജിയൻ ചിലപ്പോൾ ഒരു ഡംബൽ ഷേപ്പിലായിരിക്കും. ഈ ഷേപ്പിലായിരിക്കും എനിക്ക് കിട്ടാൻ പോകുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഇലക്ട്രോണിന് ഇങ്ങനൊരു റീജിയനിലും മൂവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനൊരു റീജിയനിലും മൂവ് ചെയ്യാൻ പറ്റും. യെസ് ഓ നോ? നേരെ മറിച്ച് ഞാൻ psi3 എടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ സ്ക്വയർ എടുത്തു. അതിന്റെ സ്ക്വയർ എടുത്തിട്ട് ഞാൻ എക്സിന്റെയും വൈന്റെയും സെഡിന്റെയും വാല്യൂ മാറി ഇട്ടപ്പോൾ ഡിഫറെന്റ് റീജിയൻസിൽ ഡിഫറെന്റ് പ്രോബബിലിറ്റി കിട്ടി. ഫോർ എക്സാമ്പിൾ ഈ റീജിയനിൽ ഒരു പ്രോബബിലിറ്റി, ഈ റീജിയനിൽ അങ്ങനെ ഡിഫറെന്റ് റീജിയനിൽ ഡിഫറെന്റ് പ്രോബബിലിറ്റി കിട്ടി. പക്ഷേ there is a collection of point അല്ലെങ്കിൽ there is a region where probability of finding the electron is maximum. For example, let us say ഇങ്ങനെ ഒരു റീജിയൻ കിട്ടി. ഇതിന്റെ അർത്ഥം എന്താണ്? ഇലക്ട്രോണിന് ഇങ്ങനെ ഒരു റീജിയനിൽ മൂവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ബേസിക്കലി നമ്മൾക്ക് ഈ സൈ സ്ക്വയർ ഉപയോഗിച്ചിട്ട് ഇലക്ട്രോണിന് മൂവ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇലക്ട്രോണിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡിഫറെന്റ് റീജിയൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സൈ എന്ന് പറയുന്നത് വേവിനെ റെപ്രസെന്റ് ചെയ്യുന്നു. സൈ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു പോയിന്റിലെ പ്രോബബിലിറ്റി റെപ്രസെന്റ് ചെയ്യുന്നു. ഒരു പോയിന്റിലെ പ്രോബബിലിറ്റി വെച്ചിട്ട് നമ്മൾ എല്ലാ പോയിന്റിന്റെയും പ്രോബബിലിറ്റി കണ്ടുപിടിക്കുമ്പോൾ നമുക്കൊരു കളക്ഷൻ അല്ലെങ്കിൽ ഒരു റീജിയൻ കിട്ടും. ആ റീജിയനിലെ പ്രോബബിലിറ്റീസിന്റെ സം എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ റീജിയനിൽ വളരെയധികം ചാൻസ് ഉണ്ട് ഇലക്ട്രോൺ കാണാനായിട്ട്. അപ്പൊ ബേസിക്കലി ആ റീജിയൻ we can say that it is a region around the nucleus where there is maximum probability of finding the electron. For example, അതൊരു spherical region ആവാം, അല്ലെങ്കിൽ അത് ഇങ്ങനെ ഒരു റീജിയൻ ആവാം. Yes or no, my dear students? പിന്നെ എന്താണ് my dear students? പിന്നെ നമുക്ക് അറിയാം നമ്മള് സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ എന്താണെന്ന് നമുക്കറിയാം my dear students. സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷനും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷനിൽ ഈ H cap എന്ന് പറയുന്നത് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ആണ്. അതൊരു മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റർ ആണ്. ഈ മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റർ ഈ വേവ് ഫംഗ്ഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ വേവ് ഫംഗ്ഷൻ റെപ്രസെന്റ് ചെയ്യുന്ന റീജിയന്റെ എനർജി നമുക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറയാം d by dx of displacement function അല്ലെങ്കിൽ d by dt of displacement function. ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഫംഗ്ഷന് ഞാൻ s എന്നിട്ടു. d by dt of displacement is equal to velocity. ഇതിൽ d by dt എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റർ ആണ്, s എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ആ ഓപ്പറേറ്റർ d by dt of displacement ഓപ്പറേറ്റർ ഡിസ്പ്ലേസ്മെന്റ് ഫംഗ്ഷനിൽ കൊണ്ടിടുമ്പോൾ കിട്ടുന്നതാണ് വെലോസിറ്റി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. അതേപോലെ തന്നെ ഈ H cap എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റർ ആണ്. ആ ഓപ്പറേറ്റർ ഞാൻ ഒരു വേവ് ഫംഗ്ഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ
ആ ഓപ്പറേറ്റർ ഞാൻ ഒരു വേവ് ഫംഗ്ഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ ആ വേവ് ഫംഗ്ഷൻ റെപ്രസെന്റ് ചെയ്യുന്ന റീജിയനെ, ഫോർ എക്സാമ്പിൾ ψ1 ഈ റീജിയനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ψ2 ഈ റീജിയനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ψ3 ഈ റീജിയനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ψ1 ഞാൻ ഇവിടെ കൊണ്ടിടുമ്പോൾ എനിക്ക് കിട്ടുന്നത് ψ1 റീജിയന്റെ എനർജിയാണ്. ψ2 ഞാൻ ഇവിടെ കൊണ്ടിടുമ്പോൾ എനിക്ക് കിട്ടുന്നത് ψ2 റീജിയന്റെ എനർജിയാണ്. ψ3 ഞാൻ ഇവിടെ കൊണ്ടിടുമ്പോൾ എനിക്ക് കിട്ടുന്നത് ψ3 റീജിയന്റെ എനർജിയാണ്. സോ ബേസിക്കലി സിമ്പിൾ ലാംഗ്വേജിലാണ് ഞാനത് പറഞ്ഞു തരുന്നത്. ഈ സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് ഒരു വേവ് ഫംഗ്ഷന്റെ അല്ലെങ്കിൽ ബേസിക്കലി ഒരു ഇലക്ട്രോൺ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന റീജിയന്റെ എനർജി. ഓക്കെ, ഫൈൻ, ഗോട്ട് ഇറ്റ്. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാ വേവ് ഫംഗ്ഷനും മൂന്ന് നമ്പേഴ്സ് എല്ലാ വേവ് ഫംഗ്ഷനെയും റെപ്രസെന്റ് ചെയ്യും അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യും. ആ നമ്പേഴ്സ് ആണ് ബേസിക്കലി ക്വാണ്ടം നമ്പേഴ്സ്. നിങ്ങളുടെ മനസ്സിൽ സാറേ ക്വാണ്ടം നമ്പേഴ്സ് 4 എണ്ണം ഇല്ലേ? ഉണ്ട്. ആ 4 ക്വാണ്ടം നമ്പേഴ്സിൽ 3 എണ്ണം ഒരു വേവ് ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഒരു വേവ് ഫംഗ്ഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഓൾറെഡി എക്സാമ്പിൾ തന്നു കഴിഞ്ഞു മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മളിപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ എടുക്കുകയാണെങ്കിൽ y = mx + c, ഇതിൽ ഈ സിയും എമ്മും എന്ന് പറയുന്നത് നമ്പേഴ്സ് ആണ്. എം എന്ന് പറയുന്ന സ്ലോപ്പ് ആണ്, സി എന്ന് പറയുന്നത് ഇന്റർസെപ്റ്റ് ആണ്, അല്ലെ? ഈ എമ്മും സിയും മാറ്റും തോറും നമുക്ക് ഡിഫറെന്റ് ലൈൻസ് കിട്ടും, അല്ലെ? ഡിഫറെന്റ് ലൈൻസ് കിട്ടും. എമ്മും സിയും മാറ്റും തോറും നമുക്ക് ഡിഫറെന്റ് ലൈൻസ് ആണ് കിട്ടുന്നത്. സോ എമ്മും സിയും എന്ന് പറയുന്നത് ബേസിക്കലി ദ ഡിസ്ക്രൈബ് ദ ഫംഗ്ഷൻ, അല്ലെ? ബേസിക്കലി ദ ഡിസ്ക്രൈബ് ദ ഫംഗ്ഷൻ. അതേപോലെ തന്നെ ഈ വേവ് ഫംഗ്ഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ കഴിയുന്ന 3 നമ്പേഴ്സ് ആണ് n, l ആൻഡ് m. ബേസിക്കലി ക്വാണ്ടം നമ്പേഴ്സ്. ഇതേപോലെ തന്നെ 4ാമത്തെ ഒരു ക്വാണ്ടം നമ്പർ ഉണ്ട്, സ്പിൻ ക്വാണ്ടം നമ്പർ. ആ സ്പിൻ ക്വാണ്ടം നമ്പർ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഇലക്ട്രോണിനെയാണ്. അത് ഞാൻ പറഞ്ഞു തരാം. ഈ 3 ക്വാണ്ടം നമ്പേഴ്സ് എന്നും എല്ലും എമ്മും റെപ്രസെന്റ് ചെയ്യുന്നത് ആ വേവ് ഫംഗ്ഷനെയാണ്. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു. ഈ these regions where there is maximum probability of finding the electron, നെയാണ് നമ്മൾ ഓർബിറ്റൽ എന്ന് വിളിക്കുന്നത്. This region where there is maximum probability of finding the electron നെയാണ് നമ്മൾ ഓർബിറ്റൽ എന്ന് വിളിക്കുന്നത്. യെസ് ഓ? അതായത് ഹൗസ് ഓഫ് എൻ ഇലക്ട്രോൺ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് ബേസിക്കലി ഇലക്ട്രോണിന്റെ വീടായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇമാജിൻ ചെയ്യാം. ഇലക്ട്രോണിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റിയ കുറേ വീടുകൾ, ഒരു ആറ്റത്തിന്റെ ചുറ്റും ഇലക്ട്രോണിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റിയ കുറേ വീടുകൾ. അത് ചിലപ്പോൾ ഒരു സ്ഫെറിക്കൽ വീടാവാം, അല്ലെങ്കിൽ അതൊരു ഡംബൽ ഷേപ്പ് വീടാവാം, ഇങ്ങനെ മൂവ് ചെയ്യണതാവാം, അല്ലെങ്കിൽ ബേസിക്കലി അത് ഒരു ഡബിൾ ഡംബൽ ഷേപ്പ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന റീജിയൻ ആവാം. ഈ ഓർബിറ്റൽസ് ആണ് ഞാൻ പറയുന്ന മാക്സിമം പ്രോബബിലിറ്റി റീജിയൻസ്. ഈ ഓർബിറ്റൽസിനെയാണ് ഈ എന്നും എല്ലും എമ്മും ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഗോട്ട് ഇറ്റ്? ഫൈൻ. ഇനി ഇതായിരുന്നു നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ബേസിക്കലി ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ക്വാണ്ടം നമ്പേഴ്സിനെ നമുക്ക് കൂടുതൽ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാം. എല്ലാവരും നോക്കുക. ടു ഒബ്റ്റെയിൻ കംപ്ലീറ്റ് ഇൻഫോർമേഷൻ അബൌട്ട് എൻ ഇലക്ട്രോൺ ഇൻ an atom, 4 identification numbers are required, and these identification numbers are called as quantum numbers. Basically ഒന്നുമില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓർബിറ്റൽസ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിന്റെ വീടായിട്ട് നിങ്ങൾ കരുതുക. ഇലക്ട്രോണിന് മൂവ് ചെയ്യാൻ പറ്റിയ കുറച്ച് റീജിയൻസ് ആയിട്ട് നിങ്ങൾ കരുതുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ഈ വേദാന്തു ഓഫീസിലാണ് നിൽക്കുന്നത്. ഈ റൂം എന്ന് പറയുന്നത് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു റൂമാണ്. ഇതെൻ്റെ ഒരു ഓർബിറ്റലാണ് ഈ ഓഫീസിൽ. ചിലപ്പോൾ ആ മറ്റേ റൂമിൽ വേറൊരു സർ ഇരിക്കുന്നുണ്ടാവും, എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ബേസിക്കലി എനിക്ക് അത്
യൂസ് ചെയ്യാൻ പറ്റിയത്, അത് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത, ഞാനെന്ന് പറയുന്ന ഇലക്ട്രോണിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു റീജിയൻ ആണ് ഈ റൂം. ഇതാണ് എൻ്റെ ഓർബിറ്റൽ. അതേപോലെ തന്നെ ചിലപ്പോൾ 2-3 റൂംസ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ ബേസിക്കലി ഈ ഒരു ഓഫീസിൽ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഓർബിറ്റൽസ് അല്ലെങ്കിൽ എൻ്റെ ഓർബിറ്റൽസ് ഏതാണ്? ആ 2-3 മുറികൾ. അതേപോലെ തന്നെ ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസിന് കുറച്ച് രീതിയിലേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് റീജിയൻസിലേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ആ റീജിയൻസിനെയാണ് ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. ആ ഓർബിറ്റൽസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ക്വാണ്ടം നമ്പേഴ്സ്. ഏതൊക്കെ ക്വാണ്ടം നമ്പേഴ്സ് ആണ് മൈ ഡിയർ സ്റ്റുഡൻസ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ represented by the letter n. അത് കഴിഞ്ഞ് azimuthal quantum number represented by the letter L. അത് കഴിഞ്ഞ് magnetic quantum number represented by m, അല്ലെങ്കിൽ ml എന്നും ഇടും ഇതിന്. ഓക്കെ, പിന്നെയുള്ളത് സ്പിൻ ക്വാണ്ടം നമ്പർ represented by s or basically ms എന്നും വിളിക്കും. Got it? Principal quantum number, azimuthal quantum number, magnetic quantum number and spin quantum number. These are the quantum numbers. 4 ക്വാണ്ടം നമ്പേഴ്സ് ആണ്. സിമ്പിളായിട്ട് പറഞ്ഞുതരാം, ഞാൻ ഓർബിറ്റലിനെ വീട് എന്ന് വിളിക്കുന്നു. ഞാൻ ഓർബിറ്റലിനെ വീട് എന്ന് വിളിക്കുകയാണെങ്കിൽ ഐ എം കോളിംഗ് ഓർബിറ്റൽ ദ ഹൗസ് ഓഫ് എൻ ഇലക്ട്രോൺ. അങ്ങനെയാണെങ്കിൽ എനിക്ക് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ അതിൻ്റെ സിറ്റി അഡ്രസ്, ഇപ്പം ഞാൻ എൻ്റെ വീട് പറയുകയാണ്, എൻ്റെ വീട് എവിടെയാണ്? എൻ്റെ വീട് ആലുവ. ആലുവയിൽ ഒരു സ്ഥലത്താണ്. അപ്പം ഞാൻ എൻ്റെ അഡ്രസ്സ് എങ്ങനെയാണ് പറയുക? എറണാകുളം സിറ്റി അല്ലേ? എറണാകുളം സിറ്റി, സെക്കൻഡ് കോൺവെന്റ് റോഡ് സ്ട്രീറ്റ് എന്ന് പറയാം. ഓക്കെ, ഈ ഒരു സ്ട്രീറ്റ്, സിറ്റി അഡ്രസ് ഉണ്ട്, സ്ട്രീറ്റ് അഡ്രസ് ഉണ്ട്, പിന്നെ C4023 ഹൗസ് നമ്പർ. അപ്പൊ സിറ്റി, സ്ട്രീറ്റ്, ഹൗസ് നമ്പർ, പിന്നെ അതിനുള്ളിൽ താമസിക്കുന്ന ഞാനൊരു ആണാണ്. ദാറ്റ് ഈസ് മൈ ജെൻഡർ. അപ്പൊ സിറ്റി, സ്ട്രീറ്റ്, ഹൗസ് നമ്പർ, ജെൻഡർ, ഇത് 4 വെച്ചിട്ട് നമുക്കിത് വെറുതെ ഇമാജിൻ ചെയ്യാൻ അല്ലെങ്കിൽ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് സിറ്റി അഡ്രസ് ആണ്. അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് സ്ട്രീറ്റ് അഡ്രസ് ആണ് എന്ന് വിചാരിക്കുക. ഓക്കെ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് ഹൗസ് നമ്പർ ആണ്. ഹൗസ് നമ്പർ ആണ്. സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് ജെൻഡർ ആയിട്ട് ഞാൻ വെക്കുകയാണ്. ജെൻഡർ ആയിട്ട് വെക്കുകയാണ്. സിറ്റി, സ്ട്രീറ്റ്, ഹൗസ് നമ്പർ, ഇത് 3ഉം ഓർബിറ്റലിനെ അല്ലെങ്കിൽ വീടിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു. ജെൻഡർ എന്നെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഓർബിറ്റലിനെയാണ്. സ്പിൻ ക്വാണ്ടം നമ്പർ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ആ ഓർബിറ്റലിൽ താമസിക്കാൻ പോകുന്ന ഇലക്ട്രോണിനെയാണ്. അങ്ങനെ കരുതിയാൽ മതി. ഗോട്ട് ഇറ്റ്? ഫൈൻ. നമുക്കപ്പോൾ ആദ്യത്തെ ക്വാണ്ടം നമ്പർ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിലേക്ക് കിടക്കാം. എന്താണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ആ ഓർബിറ്റലിനെ കുറിച്ച് എന്ത് വിവരമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൽ നിന്ന്? എല്ലാവരും നോക്കുക. ഇറ്റ് റെപ്രസെന്റ്സ് ദ നെയിം ആൻഡ് എനർജി ഓഫ് ദ ഷെൽ ടു വിച്ച് ഇലക്ട്രോൺ ബിലോങ്സ് ആൻഡ് സൈസ് ഓഫ് ഓർബിറ്റൽ. ഇറ്റ് റെപ്രസെന്റ്സ് ദ നെയിം ആൻഡ് എനർജി ഓഫ് ദ ഷെൽ to which the electron belongs and the size. So basically ഇതിൽ നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് നെയിം അല്ല, എനർജിയും സൈസുമാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിസ്ക്രിപ്ഷൻസ് ഗിവൺ ബൈ ദ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ തരുന്ന ഏറ്റവും വലിയ 2 കാര്യങ്ങളാണ് എനർജിയും സൈസും. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? n. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന് എടുക്കാൻ പറ്റിയ വാല്യൂസ് എന്തൊക്കെയാണ്? 1, 2, 3, 4, 5, 6, 7, 8 etc. 1 എന്ന് പറയുമ്പോൾ K ഷെൽ, 2 എന്ന് പറയുമ്പോൾ L ഷെൽ, 3 എന്ന് പറയുമ്പോൾ M ഷെൽ, 4 എന്ന് പറയുമ്പോൾ N ഷെൽ, അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ നിങ്ങൾ പറയും, സാർ ഇത് പക്ഷെ ബോർസ് മോഡൽ ഓഫ് ആറ്റമായിട്ട് ഭയങ്കര കമ്പാരിസൺ ഉണ്ടല്ലോ. സാറല്ലേ പറഞ്ഞ അതും ഇതുമായിട്ടൊരു ബോർസ് മോഡൽ ഓഫ് ആറ്റം അല്ല ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ എന്ന് സാറ് പറഞ്ഞല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് തിരിച്ച് ഇതിലേക്ക് വന്നത്? ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു ഓർബിറ്റൽസ് എന്ന് പറയുന്നത് കുറച്ച് റീജിയൻസ് ആണ്. ഒരു ന്യൂക്ലിയസിന്റെ ചുറ്റും മൂവ് ചെയ്യാൻ പറ്റിയ കുറച്ച് റീജിയൻസ് ആണ് ഈ ഓർബിറ്റൽസ്. ഈ ഓർബിറ്റൽസിന്റെ സൈസിനെ ആണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആദ്യം റെപ്രസെന്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞു ചിലപ്പോൾ ചില ഓർബിറ്റൽസിന് ഒരു സ്ഫെറിക്കൽ രീതിയിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിന് വേണമെങ്കിൽ ഒരു സ്ഫെറിക്കൽ രീതിയിൽ മൂവ് ചെയ്യാൻ പറ്റാമെന്ന് ഞാൻ പറഞ്ഞു. ഒരു സ്ഫെറിക്കൽ ഓർബിറ്റൽ ഉണ്ടെന്ന് വിചാരിക്കുക.
ആ സ്ഫെറിക്കൽ ഓർബിറ്റൽ പല സൈസിലും ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കറിയാം, ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ന്യൂക്ലിയസ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഷെൽ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ഷെല്ലാണ്. ആ ഷെല്ലിൽ സപ്പോസ് ഞാൻ പറയുകയാണ് ഒരു സ്ഫെറിക്കൽ ഓർബിറ്റൽ ഇസ് ഇൻ ദ ഫസ്റ്റ് ഷെൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ദാറ്റ് ഇലക്ട്രോൺ ക്യാൻ മൂവ് ഇൻ എ സ്ഫെറിക്കൽ വേ. ദാറ്റ് ഇലക്ട്രോൺ ക്യാൻ മൂവ് ഇൻ എ സ്ഫെറിക്കൽ വേ വിത്തിൻ ദാറ്റ് ഷെൽ. ആ ഷെല്ലിന്റെ ഉള്ളിൽ അതിനൊരു സ്ഫെറിക്കൽ രീതിയിൽ നീങ്ങാൻ പറ്റും. ഈ ഷെല്ലിന് പുറത്തേക്ക് പോകാൻ പറ്റില്ല. കാര്യം എന്താണ്? ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആ ഓർബിറ്റൽ ഇസ് ഇൻ ദ ഫസ്റ്റ് ഷെൽ. ആ ഓർബിറ്റൽ ഇസ് ഇൻ ദ ഫസ്റ്റ് ഷെൽ. അതിന്റെ അർത്ഥം ആൻഡ് ഇറ്റ് ഇസ് സ്ഫെറിക്കൽ ഇൻ ഷേപ്പ്. അതിന്റെ അർത്ഥം എന്താണ്? അതിനൊരു സ്ഫെറിക്കൽ രീതിയിൽ മൂവ് ചെയ്യാൻ പറ്റും. ഒരു സ്ഫിയറിന്റെ ഉള്ളിൽ മൂവ് ചെയ്യാൻ പറ്റും. ആ സ്ഫിയറിന്റെ മാക്സിമം സൈസ് എന്ന് പറയുന്നത് ആ n is equal to 1 ബൗണ്ടറി ആണ്. അതിനപ്പുറം പോകാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ പറയാണ് എൻ്റെ വീട് എറണാകുളത്താണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ വീട് തപ്പാൻ പോകുന്നത് എറണാകുളം ജില്ലയ്ക്ക് ഉള്ളിലാണ്, എറണാകുളം ഡിസ്ട്രിക്റ്റിന്റെ ഉള്ളിലാണ്, അല്ലാണ്ട് തൃശ്ശൂർ പോയിട്ട് തപ്പിയിട്ട് കാര്യമില്ല. സോ ബേസിക്കലി ഞാൻ പറയുകയാണ് ഇങ്ങനെ ഒരു സ്ഫെറിക്കൽ ഓർബിറ്റൽ ഉണ്ട്, അതിൻ്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 1 ആണെങ്കിൽ ആ സ്ഫിയർ, ആ സ്ഫെറിക്കൽ റീജിയൻ centered around the nucleus, that spherical region centered around the nucleus will be inside this first shell. നേരെ മറിച്ച് ഞാൻ പറയാണ് ഇലക്ട്രോൺ ഒരു സ്ഫെറിക്കൽ രീതിയിൽ മൂവ് ചെയ്യാണ്. പക്ഷെ അത് സെക്കൻഡ് ഷെല്ലിലാണെങ്കിൽ ബേസിക്കലി നമുക്ക് അതിന്റെ മൂവ്മെന്റ് എല്ലാവരും നോക്കുക, നമുക്ക് അതിന്റെ മൂവ്മെന്റ് കുറച്ചും കൂടി വലുതാക്കാൻ പറ്റും. അല്ലെങ്കിൽ ആ സ്ഫെറിക്കൽ റീജിയന്റെ ബൗണ്ടറി ഈ സെക്കൻഡ് ഷെല്ലിന്റെ ഉള്ളിലാണ് വരിക. ഇനി ഞാൻ പറയാണ് ഇലക്ട്രോൺ ഇസ് ഇൻ ദ തേർഡ് ഷെൽ ആൻഡ് ഇൻ എ സ്ഫെറിക്കൽ ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതൊരു സ്ഫിയർ പോലെ മൂവ് ചെയ്യും. പക്ഷെ മൂന്നാമത്തെ ഷെല്ലിന്റെ ഉള്ളിലാണ്. ഒരിക്കലും മൂന്നാമത്തെ ഷെല്ലിന്റെ പുറത്ത് അതിന് പോകാൻ പറ്റില്ല. ഈ മൂന്നാമത്തെ ഷെല്ലിന്റെ ഉള്ളിലായിരിക്കും. ഇനി ഞാൻ പറയാണ് ഇലക്ട്രോൺ മൂവ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ഒരു ഷേപ്പിലാണ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത് ഇങ്ങനെ, അല്ലെങ്കിൽ ആ ഓർബിറ്റലിന്റെ ഇലക്ട്രോണിന്റെ വീടിന്റെ ഷേപ്പ് ഇങ്ങനെയാണ് എന്ന് വിചാരിക്കുക. ഇലക്ട്രോൺ മൂവ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. എന്നിട്ട് ഞാൻ വേറെ ഇൻഫോർമേഷനും കൂടി തന്നു. ഈ ഓർബിറ്റലുള്ളത് സെക്കൻഡ് ഷെല്ലിലാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും ഇലക്ട്രോൺ മൂവ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരു ഡംബൽ ഷേപ്പിലാണ്. പക്ഷേ ആ ഡംബലിന്റെ സൈസ് എന്ന് പറയുന്നത് ഈ സെക്കൻഡ് ഷെല്ലിന്റെ ഉള്ളിൽ നിൽക്കും. അതിന്റെ മേളിലേക്ക് പോകാൻ പറ്റില്ല. ബേസിക്കലി എന്താണ് പറയുന്നത്? ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഗിവ്സ് ആൻ ഐഡിയ. ഓക്കെ, ആ ഓർബിറ്റലിന്റെ സൈസ് എത്ര ഉണ്ടാവും, അല്ലെങ്കിൽ ഇലക്ട്രോണിനെ ന്യൂക്ലിയസിൽ നിന്ന് എത്ര ദൂരത്തേക്ക് പോവാനുള്ള ലിമിറ്റ് ഉണ്ട് എന്നാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഫൈൻ, ഗോട്ട് ഇറ്റ്. ഓക്കെ, നോക്കുക, ഗ്രേറ്റർ ദ വാല്യൂ ഓഫ് n, ഗ്രേറ്റർ ഇസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്നിന്റെ വാല്യൂ കൂടുന്തോറും ഇലക്ട്രോണിന് ന്യൂക്ലിയസിൽ നിന്ന് ദൂരേക്ക് പോവാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ചാൻസ് ഉണ്ടെന്നല്ല, ദൂരേക്ക് പോവും എന്തായാലും. ഫോർ എക്സാമ്പിൾ, ഞാൻ നേരത്തെ പറഞ്ഞു n=1, ഒരു ഇലക്ട്രോൺ n=1 ഈ ഒരു റെഡ് ബൗണ്ടറിക്ക് അപ്പുറം പോകാൻ പറ്റില്ല ഇലക്ട്രോൺ. n=2 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഈ ഒരു ബ്ലൂ ബൗണ്ടറിക്ക് അപ്പുറം, ഈ ഒരു ഷെല്ലിന് അപ്പുറം പോകാൻ പറ്റില്ല ഇലക്ട്രോൺ. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ്, ഗ്രേറ്റർ ദ വാല്യൂ ഓഫ് n, ഗ്രേറ്റർ ഇസ് ദി എനർജി ഓഫ് ഷെൽ. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് ഷെല്ലിന് സെക്കൻഡ് ഷെല്ലിനും എനർജി കുറവായിരിക്കും. സെക്കൻഡ് ഷെല്ലിന്, ഫോർ എക്സാമ്പിൾ, എല്ലാവരും നോക്കുക, എനർജിയുടെ ഓർഡർ എന്ന് പറയുന്നത് 1 ആയിരിക്കും ഏറ്റവും കുറവ്, അത് കഴിഞ്ഞ് 2, അത് കഴിഞ്ഞ് 3, അത് കഴിഞ്ഞ് 4. എന്തുകൊണ്ടാണ്? സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ലോജിക്കലി ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല.
ബൈ ഹാർട്ട് ചെയ്യാം. ഒബ്വിയസ്ലി നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. നമ്മൾ ന്യൂക്ലിയസിൽ നിന്ന് കൂടുതൽ ദൂരെ പോകും തോറും ഇലക്ട്രോണിൻ്റെ എനർജി കൂടുന്നുണ്ട്. നമ്മൾ ബോർസ് മോഡൽ ഓഫ് ആറ്റത്തിൽ ഓൾറെഡി കണ്ടതാണ്. ഒരു അട്രാക്റ്റിംഗ് സബ്സ്റ്റൻസിൻ്റെ അടുത്തുനിന്ന് നിങ്ങൾ ദൂരേക്ക് പോകും തോറും എനർജി കൂടാനുള്ള സാധ്യതയുണ്ട് അല്ലേ? എനർജി കൂടും എന്തായാലും. ഇപ്പം ഞാൻ ഈ പെൻ മേളിലേക്ക് ഇടുമ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കൂടുകയാണ് ചെയ്യുന്നത്. ബേസിക്കലി ദാറ്റ് ഈസ് ഗോയിങ് അവേ ഫ്രം ദ ഗ്രാവിറ്റേഷണൽ പുൾ ഓഫ് ദി എർത്ത്. അതേപോലെ തന്നെ ഫസ്റ്റ് ഷെല്ലിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ എല്ലാവരും നോക്കുക, ഫസ്റ്റ് ഷെല്ലിൻ്റെ ഉള്ളിലാണെങ്കിൽ എനർജി ഏറ്റവും കുറവായിരിക്കും. കാര്യം അതിൻ്റെ മൂവ്മെൻറ്റ്, ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ് എപ്പോഴും ന്യൂക്ലിയസിൻ്റെ അടുത്തായിരിക്കും. നേരെ മറിച്ച് സെക്കൻഡ് ഷെല്ലിലും കൂടി ആണെങ്കിൽ, സെക്കൻഡ് ഷെല്ലിലാണ് മൂവ് ചെയ്യണമെങ്കിൽ ഇലക്ട്രോണിന് ഇത്രയും കൂടി ആക്സസ് ഉണ്ട്. ന്യൂക്ലിയസിൽ നിന്ന് ദൂരെ പോകാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. അപ്പോൾ എനർജി കൂടുതലായിരിക്കും. പിന്നെ വീണ്ടും തേർഡ് ഷെല്ലിലാണെങ്കിൽ കുറച്ചും കൂടി ദൂരെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എനർജി വീണ്ടും കൂടുന്നു. അപ്പോൾ ഇങ്ങനെ കണ്ടാൽ മതി മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്, സൈസ് ഓഫ് ദി ഓർബിറ്റൽ ആൻഡ് എനർജി ഓഫ് ദി ഓർബിറ്റൽ ഈസ് ഗിവൺ ബൈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. പിന്നെ ഈ പേരെന്ന് ഉദ്ദേശിക്കുന്നത് ഷെല്ലിൻ്റെ പേരുകളാണ്, KL MN എക്സെട്ര. n=1 എന്ന് പറഞ്ഞാൽ K ഷെൽ, n=2 എന്ന് പറഞ്ഞാൽ L ഷെൽ, n=3 എന്ന് പറഞ്ഞാൽ M, n=4 എന്ന് പറഞ്ഞാൽ N. അങ്ങനെ ഫൈൻ. ഓക്കെ. പിന്നെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ പെർട്ടിക്കുലർ ഷെൽ ഇസ് ഈക്വൽ ടു 2n². നമ്പർ എന്ന് പറയുന്നതിലും കൂടുതൽ the maximum number of electrons in a particular shell is equal to 2n². ഇതിന് കറക്റ്റ് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. എന്നാലും ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പം ഞാനിപ്പോൾ n=1 എടുത്തു. n=1 എടുത്തു. അത് ആ ഫസ്റ്റ് ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? സിമ്പിളായിട്ട് 2 × n², അതായത് 2 × 1². സോറി, 2 × 1². 2 × 1², that is equal to 2. സെക്കൻഡ് ഷെല്ല് എടുക്കുകയാണ്. ഈ സെക്കൻഡ് ഷെല്ലിൽ എത്ര എണ്ണം പോസിബിൾ ആണ്? 2 × 2², that is equal to 8. തേർഡ് ഷെല്ലിൽ എത്ര പോസിബിൾ ആണ്? 2 × 3², that is equal to 18. ഓക്കെ, ഇതാണ് മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പോസിബിൾ ഇൻ ഈച്ച് ഷെൽ. ഓക്കെ ഫൈൻ. അപ്പം നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും, സാർ ഇപ്പം പറഞ്ഞു സെക്കൻഡ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് മാക്സിമം പോസിബിൾ ആണ് എന്ന്. ഈ 8 ഇലക്ട്രോൺസും എങ്ങനെയായിരിക്കും സാറേ മൂവ് ചെയ്യുക? ഈ 8 ഇലക്ട്രോൺസും എങ്ങനെയായിരിക്കും സാറേ മൂവ് ചെയ്യുക? അതായത് ഈ 8 ഇലക്ട്രോൺസും സെക്കൻഡ് ഷെല്ലിൽ ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ 8 ഇലക്ട്രോൺസും ഒരു സ്ഫെറിക്കൽ, അതായത് ഓരോ ഇലക്ട്രോണും ഒരു സ്ഫെറിക്കൽ റീജിയനിലായിരിക്കുമോ? അങ്ങനെ ആവണമെന്നില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ചില റീജിയൻസ് സ്ഫെറിക്കൽ ആയിരിക്കും, എന്നാൽ ചില റീജിയൻസ് ഒരു ഡംബൽ റീജിയൻസ് ആയിരിക്കും, ഇങ്ങനെയായിരിക്കും അല്ലേ? പിന്നെ ചില റീജിയൻസ് ഡബിൾ ഡംബൽ ആയിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ, ഈ ഷെൽ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ബൗണ്ടറി മാത്രമാണ് തരുന്നത്. ആ ബൗണ്ടറിയിൽ പല രീതിയിൽ, പല ഷേപ്പിൽ ഇലക്ട്രോൺസിന് മൂവ് ചെയ്യാൻ പറ്റും. ആ ഷേപ്പ് എന്താണെന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, എപ്പോഴും ആ ഷേപ്പ് സ്ഫെറിക്കൽ ആവണം എന്നില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു ഡിഫറെൻറ്റ് ഷേപ്സ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ നമുക്ക് തരാൻ പോകുന്നത് ഒരു ബൗണ്ടറി മാത്രമാണ്. ആ ബൗണ്ടറിയുടെ ഉള്ളിൽ ഇലക്ട്രോണിന് പല രീതിയിലും മൂവ് ചെയ്യാൻ പറ്റും. പല റീജിയൻസും ഉണ്ട്. ഞാനിപ്പോൾ ഇലക്ട്രോൺ സെക്കൻഡ് ഷെല്ലിലാണെങ്കിൽ ആ സെക്കൻഡ് ഷെല്ലിൽ പല രീതിയിൽ ഇലക്ട്രോൺസിന് മൂവ് ചെയ്യാൻ പറ്റും, പല റീജിയൻസിൽ ഇലക്ട്രോൺ. പക്ഷെ ഈ ബൗണ്ടറിക്ക് മേളിൽ ഇലക്ട്രോണിന് പോകാൻ പറ്റില്ല. അതാണ് പറഞ്ഞു വരുന്നത്. സെക്കൻഡ് ഷെല്ലിലാണ് എന്നുണ്ടെങ്കിൽ ഈ ബൗണ്ടറിയുടെ ഉള്ളിൽ എങ്ങനെ വേണമെങ്കിലും മൂവ് ചെയ്യാം. ചിലപ്പോൾ അത് ഇങ്ങനെ മൂവ് ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് സ്ഫെറിക്കൽ റീജിയനിൽ മൂവ് ചെയ്യാം. പക്ഷെ ഒരിക്കലും ഇത് വിട്ടൊരു കളി ഇലക്ട്രോൺ കളിക്കില്ല സെക്കൻഡ് ഷെല്ലിലാണെങ്കിൽ. അതേപോലെ തേർഡ് ഷെല്ലിലാണെങ്കിൽ ഇത് വിട്ടൊരു കളി ഇലക്ട്രോൺ കളിക്കില്ല. ഓക്കെ, അതിൻ്റെ ഉള്ളിലായിരിക്കും അതിൻ്റെ മൂവ്മെന്റ്സ് ഒക്കെ. ഫൈൻ, ഗുഡ്. ഇനി നെക്സ്റ്റ് ക്വാണ്ടം നമ്പർ. അപ്പൊ ഇത്രയും നേരം നമ്മൾ കണ്ടത് എന്താണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഇസ് ലൈക്ക് ദ സിറ്റി അഡ്രസ് ആണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അതായത് ഞാനിപ്പോൾ എറണാകുളം സിറ്റിയിലാണെങ്കിൽ എറണാകുളം സിറ്റിയിൽ ഏത് സ്ട്രീറ്റ് വേണമെങ്കിലും ആവാം എൻ്റെ.
അത്രമാത്രം ഇൻഫോർമേഷൻ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. എൻ്റെ വീട് എറണാകുളം സിറ്റിയിലാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളം സിറ്റിയിൽ ഇഷ്ടംപോലെ സ്ട്രീറ്റ് ഉണ്ട്, അതിൽ ഏതോ ഒരു സ്ട്രീറ്റിലാണ് എൻ്റെ വീട്. ഇനി ആ സ്ട്രീറ്റ് ഏതാണ് എന്നറിയണമെങ്കിൽ അസിമുത്തൽ ക്വാണ്ടം നമ്പറിലേക്ക് കിടക്കണം. ബേസിക്കലി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഇസ് ലൈക്ക് ദ സ്ട്രീറ്റ് അഡ്രസ്. അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഇസ് ലൈക്ക് ദ സ്ട്രീറ്റ് അഡ്രസ് റെപ്രസെന്റഡ് ബൈ എൽ. ഓക്കെ, നമുക്ക് നോക്കാം ഇത് കറക്റ്റ് ആയിട്ട് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന്. ഇറ്റ് റെപ്രസെന്റ്സ് ദ നെയിം ഓഫ് ദ സബ്ഷെൽ, ഷേപ്പ് ഓഫ് ഓർബിറ്റൽ ആൻഡ് ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം. നെയിം ഓഫ് ദ സബ്ഷെൽ, അതായത് ഇപ്പൊ ഞാനൊരു പറയാണ് എൻ്റെ വീട് എറണാകുളം സിറ്റിയിലാണ്, സെക്കൻഡ് കോൺ റോഡ് സ്ട്രീറ്റിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്ട്രീറ്റ് ഉണ്ട്. MG റോഡ് സ്ട്രീറ്റ് ഉണ്ട്, സെക്കൻഡ് കോൺ റോഡ് സ്ട്രീറ്റ് ഉണ്ട്, ഗാന്ധിനഗർ സ്ട്രീറ്റ് ഉണ്ട്, ആ സ്ട്രീറ്റ് ഉണ്ട്. അതിൽ ഞാൻ സെക്കൻഡ് ഈ സ്ട്രീറ്റിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടി. അതേപോലെ തന്നെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞ ഷെല്ലിൽ പല പല സബ്ഷെൽസ് ഉണ്ട്, പല പല റീജിയൻസ് ഉണ്ട്. ചില റീജിയൻസ് സ്ഫെറിക്കൽ റീജിയൻസ് ആയിരിക്കും, ചില റീജിയൻസ് ഡംബൽ റീജിയൻസ് ആയിരിക്കും, ചില റീജിയൻസ് ഡബിൾ ഡംബൽ റീജിയൻ ആയിരിക്കും. അസിമുത്തൽ ക്വാണ്ടം നമ്പർ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഈ റീജിയൻസിനെ കുറിച്ചുള്ള വിവരമാണ്, ഷേപ്പ് ഓഫ് ദി ഓർബിറ്റൽ. അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഏതാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇലക്ട്രോൺ സ്ഫെറിക്കൽ റീജിയനിലാണോ, അതോ ഡംബൽ റീജിയനിലാണോ, അതോ ഡബിൾ ഡംബിൾ റീജിയനിലാണോ, അതോ വേറെ എന്തെങ്കിലും റീജിയനിലാണോ എന്ന്. ഒരു പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൽ പല റീജിയൻസിലും ഇലക്ട്രോൺസിന് മൂവ് ചെയ്യാൻ പറ്റും. സ്ഫെറിക്കൽ ആവാം, ഡംബൽ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അസിമുത്തൽ ക്വാണ്ടം നമ്പർ ടെൽസ് യു ദ ഷേപ്പ് ഓഫ് ദി ഓർബിറ്റൽ. ബേസിക്കലി ആ റീജിയന്റെ ഷേപ്പിനെ കുറിച്ചാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ തരുന്നത്. പോസിബിൾ വാല്യൂസ് ഓഫ് എൽ ആർ, പോസിബിൾ വാല്യൂസ് ഓഫ് എൽ ആർ നോക്കുക, എൽ ക്യാൻ റേഞ്ച് ഫ്രം 0, 1, 2, 3 ടു n-1. അതായത് അസിമുത്തൽ ക്വാണ്ടം നമ്പറിന് 0 ടു n-1 വരെയുള്ള വാല്യൂസ് എടുക്കാൻ പറ്റും. 0 ടു n-1 വരെയുള്ള വാല്യൂസ് എടുക്കാൻ പറ്റും. അതിന്റെ അർത്ഥം എന്താണ് മൈ ഡിയർ സ്റ്റുഡൻസ്? എല്ലാവർക്കും ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, എൽ വാല്യൂ 0 ആണെങ്കിൽ we say that the subshell is S. L value 1 ആണെങ്കിൽ we say that the subshell is P. L value 2 ആണെങ്കിൽ we say that the subshell is D. L value 3 ആണെങ്കിൽ we say that the subshell is F. അതായത് ഇതെല്ലാം റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സ്ട്രീറ്റ് അഡ്രസ് ആണ് എന്ന് വിചാരിക്കുക. ഇത് ഫോർ എക്സാമ്പിൾ സെക്കൻഡ് കോൺ റോഡ് സ്ട്രീറ്റ്, ഗാന്ധിനഗർ സ്ട്രീറ്റ്, MG റോഡ് സ്ട്രീറ്റ്, ഓക്കെ പനമ്പള്ളി നഗർ സ്ട്രീറ്റ്, അങ്ങനെ എന്തെങ്കിലും. ഓക്കെ, എൽ വാല്യൂ 0 ആണെങ്കിൽ S, 1 ആണെങ്കിൽ P, 2 ആണെങ്കിൽ D, 3 ആണെങ്കിൽ F. ഇനി നമുക്ക് നോക്കാം. ദ വാല്യൂ ഓഫ് എൽ ലൈസ് ബിറ്റ്വീൻ 0 ടു n-1. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇൻ എ പെർട്ടിക്കുലർ nth ഷെൽ. അതായത് ഒരു ഷെൽ എടുക്കുമ്പോൾ, ഒരു പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എടുക്കുമ്പോൾ അതില് പോസിബിൾ ആയിട്ടുള്ള അസിമുത്തൽ ക്വാണ്ടം നമ്പർ വാല്യൂസ് അല്ലെങ്കിൽ അതിൽ പോസിബിൾ ആയിട്ടുള്ള സബ്ഷെൽസ് എന്ന് പറയുന്നത് 0 ടു n-1 ആണ്. അല്ലാണ്ട് ഒരു സിറ്റി, ഇപ്പൊ ഞാൻ ഇപ്പൊ എറണാകുളം സിറ്റി എടുത്തു, അതിൽ എല്ലാ സ്ട്രീറ്റും ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ അതിലൊരു ഗാന്ധിനഗർ സ്ട്രീറ്റ് ഉണ്ടാവും, ഒരു സെക്കൻഡ് കോൺ റോഡ് ഉണ്ടാവും, ബാക്കി 2 സ്ട്രീറ്റ് ഉണ്ടാവണമെന്നില്ല, അത് വേറെ സിറ്റിയിലായിരിക്കും അല്ലേ. അതേപോലെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എടുക്കുമ്പോൾ എനിക്ക് എല്ലാ എൽ വാല്യൂസും ഉണ്ടാവണമെന്നില്ല, എല്ലാ ഷേപ്പ് ഓഫ് ഓർബിറ്റൽസും ഉണ്ടാവണമെന്നില്ല, ചില ഷേപ്സേ പോസിബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ. അതാണ് പറഞ്ഞു വരുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ n=1 എടുത്തു. n=1 എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ ഷെല്ല് എടുത്തു. ആ ഷെല്ലില് പോസിബിൾ ആയിട്ടുള്ള എൽ വാല്യൂസ് എന്താണ്? 0 ടു n-1. 0 ഒബ്വിയസ്ലി പോസിബിൾ ആണ്. n- എന്ന് പറയുമ്പോൾ എന്താണ്? 1 - 1 വരും അല്ലെ. n=1, 1 - 1 is 0. So 0 to 0 ബേസിക്കലി 0 മാത്രമാണ് പോസിബിൾ അല്ലെ. n=1 എൽ വാല്യൂ ക്യാൻ ബി 0 ടു n-1. n-1 എന്താണ്? 0. അപ്പോൾ എൽ വാല്യൂ ക്യാൻ ഓൺലി ബി 0. അതിന്റെ അർത്ഥം എന്താണ്? എൽ വാല്യൂ 0 ആണെങ്കിൽ എസ് സബ്ഷെൽ ആണ്. എൽ വാല്യൂ 0 ആണെങ്കിൽ എസ് സബ്ഷെൽ ആണ്. അതായത് ഫസ്റ്റ് ഷെല്ലിൽ ആകെ ഒരൊറ്റ സബ്ഷെല്ലേ ഉണ്ടാവുള്ളൂ, ദാറ്റ് ഈസ് ദ എസ് സബ്ഷെൽ. ദ എസ് സബ്ഷെൽ.
Got it? ഒരൊറ്റ സബ്ഷെല്ലേ ഉണ്ടാവുള്ളൂ, ദ എസ് സബ്ഷെൽ. അതാണ് ഇവിടെ 1s എന്നും പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നത്. 1s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 represents the principal quantum number, s represents the subshell. ഒറ്റൊരു സബ്ഷെൽ. അതായത് ഫോർ എക്സാമ്പിൾ ഈ ഒരു സിറ്റി, ഇതൊരു സിറ്റി ആണല്ലോ, n=1 എന്ന് പറഞ്ഞ സിറ്റിയിൽ ആകെ ഒറ്റൊരു സ്ട്രീറ്റേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ സെക്കൻഡ് കോൺ റോഡ് സ്ട്രീറ്റ്, അത് മാത്രമേ ഉള്ളൂ. അതാണ് അതിൻ്റെ അർത്ഥം. ഇനി ഞാൻ n=2 എടുക്കുകയാണെങ്കിൽ L can take 0 and 1. കാര്യം എന്താണ്? 0 to n-1 ആണ്. 0 to n-1 ആണ് അല്ലേ? 0 to n-1 ആണ് എടുക്കാൻ പറ്റിയ വാല്യൂസ്. അപ്പൊ n=2 ആണെങ്കിൽ 0 എടുക്കാം. n-1 എന്താണ്? 2 - 1. 2 - 1 is 1. So 0 and 1. 2 എടുക്കാൻ പറ്റുമോ? ഇല്ല. കാര്യം 0 to n-1. n=2, 0, അത് കഴിഞ്ഞ് 1, അത്രേ ഉള്ളൂ. 2 എടുക്കാൻ പറ്റില്ല, n-1 വരെ. സോ 0 and 1. 0 എന്ന് പറയുന്നത് എസ് സബ്ഷെൽ ആണ്. അപ്പൊ 2s സബ്ഷെൽ പോസിബിൾ ആണ്. 2s സബ്ഷെൽ പോസിബിൾ ആണ് അല്ലെ? 2s സബ്ഷെൽ പോസിബിൾ ആണ്. യെസ് ഓ നോ? അത് കഴിഞ്ഞ് 2p പോസിബിൾ ആണ്. കാര്യം L=1 എന്ന് പറഞ്ഞാൽ 2p ആണ്. അപ്പൊ n=2 എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൽ അല്ലെങ്കിൽ n=2 സെക്കൻഡ് ഷെല്ലിൽ 2 സബ്ഷെൽ പോസിബിൾ ആണ്. 2sഉം 2pയും പോസിബിൾ ആണ്. 2sഉം 2pയും പോസിബിൾ ആണ്. അതായത് ഞാനിപ്പോ ഈ സിറ്റി മാറി അടുത്ത സിറ്റിയിലേക്ക് പോയി, വേറെ സിറ്റി എത്തിയപ്പോൾ അവിടെ 2 സ്ട്രീറ്റ് പോസിബിൾ ആണ്. ആദ്യത്തെ സിറ്റിയിൽ ഒറ്റ സ്ട്രീറ്റേ ഉള്ളൂ, രണ്ടാമത്തെ സിറ്റിയിൽ 2 സ്ട്രീറ്റ് ഉണ്ട്. ഇനി മൂന്നാമത്തെ ഷെൽ എടുക്കുകയാണ്, അതില് 0, 1 and 2 പോസിബിൾ ആണ്. n-1 വരെ പോസിബിൾ ആണ്. n-1 എന്താണ്? 2. സോ 0, 1 and 2 പോസിബിൾ ആണ്. 0 എന്ന് പറഞ്ഞാൽ 3s, s ആണ്. 0 എന്ന് പറഞ്ഞാൽ s ആണ്. അപ്പൊ 3s, 3p, 1 എന്ന് പറഞ്ഞാൽ p, 3d, 2 എന്ന് പറഞ്ഞാൽ d. 3 സബ്ഷെൽസ് പോസിബിൾ ആണ്. യെസ് ഓ നോ? 4 ആണെങ്കിൽ 4s, 4p, 4d, 4f പോസിബിൾ ആണ്. 4 സബ്ഷെൽസ് പോസിബിൾ ആണ്. അപ്പൊ നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ആലോചിക്കുന്ന, സാർ ഈ സബ്ഷെൽ എന്താണ് സബ്ഷെൽ? ആക്ച്വലി സബ്ഷെൽ എന്ന് പറഞ്ഞാൽ ഷേപ്പ് ആണ് മൈ ഡിയർ സ്റ്റുഡൻസ്. അത്രയും ആലോചിച്ചാൽ മതി. സബ്ഷെൽ എന്ന് പറഞ്ഞാൽ ഷേപ്പ് ആണ്. അതായത് എസ് എന്ന് പറഞ്ഞ സബ്ഷെല്ലിന് ഒരു പെർട്ടിക്കുലർ ഷേപ്പ് ഉണ്ട്. എന്താണെന്ന് അറിയോ? എസ് എന്ന് പറഞ്ഞ സ്ഫെറിക്കൽ ഷേപ്പാണ്. എസ് എന്ന് പറഞ്ഞാൽ സ്ഫെറിക്കൽ ഷേപ്പാണ്. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡംബൽ ഷേപ്പാണ്. നമ്മൾ ഈ ജിമ്മിലൊക്കെ പോകുമ്പോൾ എടുക്കുന്ന ഡംബലില്ലേ, അതിന് ഒരു ലോബ് ഇപ്പുറത്തും ഒരു ലോബ് ഇപ്പുറത്തും അല്ലേ? അതേപോലെ തന്നെ നമുക്കറിയാം, ഇപ്പം ഡംബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇരിക്കും ഡംബൽ അല്ലേ? ഇങ്ങനെയാണ് ഡംബൽ ഇരിക്കുന്നത്. അതേപോലെ തന്നെയാണിത്. ഈ ഡംബൽസ് 3 രീതിയിലാവാം. ഒന്നില്ലെങ്കിൽ എക്സ് ആക്സിസിൽ നിൽക്കുന്ന ഒരു ഡംബൽ ആവാം, അല്ലെങ്കിൽ വൈ ആക്സിസിൽ കൂടെ പോകുന്ന ഡംബൽ ആവാം, അല്ലെങ്കിൽ സെഡ് ആക്സിസിൽ കൂടെ പോകുന്ന ഡംബൽ ആവാം. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറഞ്ഞുതരാം. പക്ഷെ ഇപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത് ഷേപ്പ് മാത്രമാണ്. പി എന്ന് പറഞ്ഞാൽ ഡംബൽ ഷേപ്പാണ്. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ഡംബൽ. ജനറൽ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ഡബിൾ ഡംബലാണ്. ഡബിൾ ഡംബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഞാൻ വരയ്ക്കുന്നത് നോക്കുക, ഇത് ഇങ്ങനെയുള്ളൊരു ഡബിൾ ഡംബലാണ്. ഡബിൾ ഡംബൽ 2 ഡംബൽ ചേർത്ത് വെച്ചതാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ പക്ഷെ ഇതൊരു ഡബിൾ ഡംബിൾ അല്ലല്ലോ. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ജനറലി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡബിൾ ഡംബലാണ്. എന്താണ് ഈ ആക്സിസിന്റെ ഒക്കെ ഉദ്ദേശം, എന്താണ് അത് പറയുന്നത്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ജനറലി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡബിൾ ഡംബലാണ്. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡംബലാണ്. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡംബലാണ് ഇങ്ങനെ. ഓക്കെ, ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡബിൾ ഡംബലാണ്. എഫ് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഷേപ്പാണ്. കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ചിട്ട് മാത്രമേ ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കിപ്പോൾ തൽക്കാലം അതിലേക്ക് കിടക്കണ്ട. സോ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഫെറിക്കലാണ്. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡംബലാണ്. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ഡംബലാണ്. എഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലക്സ് ആണ്. ഇനി ഇതും നമുക്ക് ഓൾറെഡി ഉള്ള ഈ ടേബിളും കൂട്ടി വായിക്കാം. നമുക്ക് നോക്കാം. അപ്പൊ ഈ ഫസ്റ്റ് ഷെല്ലില് ആകെ ഒറ്റ സബ് ഷെല്ലേ ഉള്ളൂ, 1s. അതിന്റെ അർത്ഥം എന്താണ്? ഞാനൊരു ഫസ്റ്റ് ഷെൽ എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോണിന് മൂവ് ചെയ്യാനായിട്ട് ഒരു സ്ഫെറിക്കൽ റീജിയൻ മാത്രമേ ഉള്ളൂ. സ്ഫെറിക്കൽ റീജിയൻ മാത്രമേ ഉള്ളൂ ഫസ്റ്റ് ഷെല്ലിൽ. നേരെ മറിച്ച് ഞാൻ സെക്കൻഡ് ഷെൽ എടുക്കുകയാണെങ്കിൽ അതിൽ 2s ഉണ്ട്, 2p ഉണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? 2p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഡംബൽ രീതിയിൽ മൂവ് ചെയ്യാൻ പറ്റും.
അതായത് ഒരു ഡംബൽ രീതിയിൽ മൂവ് ചെയ്യാൻ പറ്റും. പിന്നെയുള്ളത് എന്താണ്? സ്ഫെറിക്കൽ രീതിയിലും മൂവ് ചെയ്യാൻ പറ്റും. സ്ഫെറിക്കൽ രീതിയിലും മൂവ് ചെയ്യാൻ പറ്റും. സ്ഫെറിക്കൽ രീതിയിലും മൂവ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? സ്ഫെറിക്കൽ രീതിയിൽ മൂവ് ചെയ്യാൻ പറ്റും, ഡംബൽ രീതിയിൽ മൂവ് ചെയ്യാൻ പറ്റും. യെസ് ഓ നോ? പിന്നെയുള്ള എന്താണ്? ഞാനിപ്പോ മൂന്നാമത്തെ സബ് ഷെൽ എടുക്കുകയാണെങ്കിൽ അതില് ഡംബല് പറ്റും. നോക്കൂ, 3p പറ്റും, ഡബിൾ ഡംബല് പറ്റും. ഞാൻ ഇപ്പൊ ഡബിൾ ഡംബൽ ഇതിൽ വരയ്ക്കുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഡബിൾ ഡംബലും പറ്റും, അതായത് ഇങ്ങനെയും പറ്റും. പിന്നെ സ്ഫെറിക്കലും പറ്റും, അതായത് സ്ഫെറിക്കൽ രീതിയിലും പറ്റും. അതായത് ആ തേർഡ് ഷെൽ എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോൺസിന് 3 രീതിയിൽ മൂവ് ചെയ്യാൻ പറ്റും. സ്ഫെറിക്കൽ രീതിയിൽ, ഡംബൽ രീതിയിൽ, ഡബിൾ ഡംബൽ രീതിയിൽ. ഇതാണ് പറയുന്നത്, ഇത്രേ ഉള്ളൂ. ഗോട്ട് ഇറ്റ്? ഫോർത്ത് ഷെൽ എടുത്തു കഴിഞ്ഞാൽ അതിന് 4 ഷേപ്സിൽ മൂവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 4 സബ് ഷെൽസ് ഉണ്ട്. ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ഇത് തന്നെ നമ്മൾ സിറ്റി സ്ട്രീറ്റ് ലോജിക്കിൽ വരുത്തുകയാണെങ്കിൽ എന്താണ്? ഫസ്റ്റ് സിറ്റിയിൽ ആകെ ഒരു സ്ട്രീറ്റേ ഉള്ളൂ, സെക്കൻഡ് സിറ്റിയിൽ 2 സ്ട്രീറ്റ് ഉണ്ട്, തേർഡ് സിറ്റിയിൽ 3 സ്ട്രീറ്റ് ഉണ്ട്, ഫോർത്ത് സിറ്റിയിൽ 4 സ്ട്രീറ്റ് ഉണ്ട്. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫൈൻ. അപ്പൊ ഈ ഷേപ്സ് നിങ്ങൾ മനസ്സിൽ വെക്കുക. ഈ ഓറിയന്റേഷൻസ് ഞാൻ പിന്നെ പറഞ്ഞുതരാം. എന്താണ് ഈ എക്സ്, എന്താണ് ഈ വൈ, എന്താണ് സെഡ് എന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അത് ബേസിക്കലി അടുത്ത ക്വാണ്ടം നമ്പറിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. സോ ബേസിക്കലി ഈ അസിമുത്തൽ ക്വാണ്ടം നമ്പർ വെച്ചിട്ട്, അസിമുത്തൽ ക്വാണ്ടം നമ്പറിനെ നമുക്ക് ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ എന്നും വിളിക്കും. എന്തുകൊണ്ടാണെന്നറിയോ? Because it gives you an idea about the angular momentum of the electron in an orbital. It gives you an idea about the angular momentum of an electron in an orbital. എന്താണ് ഈ ആംഗുലാർ മൊമെന്റം എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഈ ആംഗുലാർ മൊമെന്റം എന്ന് ഉദ്ദേശിക്കുന്നത്? ആംഗുലാർ മൊമെന്റം നിങ്ങൾക്ക് അറിയാം, ഒരു സ്ഫെറിക്കൽ, ഒരു സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യുന്ന ഓബ്ജക്ട്സിന് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് ആംഗുലാർ മൊമെന്റം. നിങ്ങൾ ബോർസ് മോഡൽ ഓഫ് ആറ്റത്തിൽ പഠിച്ചിട്ടുണ്ട്, m/v/r. യെസ് ആണോ? ഇവിടെ ഓർബിറ്റൽ കോൺസെപ്റ്റില് കുറച്ചും കൂടി വ്യത്യാസമുണ്ട് ഫോർമുലയിൽ, മൈ ഡിയർ സ്റ്റുഡൻസ്. ഓർബിറ്റൽ കോൺസെപ്റ്റിൽ ആംഗുലാർ മൊമെന്റത്തിന്റെ ഫോർമുല പറയുന്നത് √L/L+1 × h/2π, or else we can put it as √L/L+1 × h cross. h cross എന്താണ്? h/2π ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ എല്ലാവരും നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്. ഫോർ എസ് സബ്ഷെൽ എടുക്കുകയാണ്. എസ് സബ്ഷെല്ലിൽ എസ് വാല്യൂ എന്താണ്? 0 ആണ്. എസ് വാല്യൂ എന്താണ്? 0 ആണ്, അല്ലെ? അപ്പൊ എസ് സബ്ഷെല്ലിൽ ആംഗുലാർ മൊമെന്റം എന്തായിരിക്കും? √0 × 0+1 × h/2π. ബേസിക്കലി 0 ആയിരിക്കും. കാര്യം എന്താണ്? എസ് വാല്യൂ 0 ആണ് മൈ ഡിയർ സ്റ്റുഡൻസ്. എസ് വാല്യൂ 0 ആണ്. അതിവിടെ വിട്ട് കഴിയുമ്പോൾ ആംഗുലാർ മൊമെന്റം വാല്യൂ, ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം വാല്യൂ 0 ആയിട്ട് കിട്ടും. അതായത് നിങ്ങൾ ഏത് എസ് ഓർബിറ്റൽ എടുക്കുകയാണെങ്കിലും, 1s 2s സബ്ഷെൽ എടുക്കുകയാണ്, അല്ലെങ്കിൽ 3s സബ്ഷെൽ എടുക്കുകയാണ്, ഇറസ്പെക്റ്റീവ് ഓഫ് എൻ വാല്യൂ എന്തും ആയിക്കോട്ടെ, ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നത് എൽ വാല്യൂവിൽ മാത്രമാണ്. വിൽ ബി 0. പി സബ്ഷെൽ എടുക്കുകയാണെങ്കിൽ എൽ എന്താണ് മൈ ഡിയർ സ്റ്റുഡൻസ്? 1 ആയിരിക്കും. 1 × 1+1, so that is equal to h/2π. So basically √2 × h/2π. അത് ഏത് പി സബ്ഷെലും ആയിക്കോട്ടെ, ഫോർ എക്സാമ്പിൾ 2p ആയിക്കോട്ടെ, അല്ലെങ്കിൽ 3p ആയിക്കോട്ടെ, 4p ആയിക്കോട്ടെ, ഏത് പി സബ്ഷെൽ എടുത്തു കഴിഞ്ഞാലും ഈ വാല്യൂ ആണ് കിട്ടുക, ഇറസ്പെക്റ്റീവ് ഓഫ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. കാര്യം എന്താണ്? ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ അസിമുത്തൽ ക്വാണ്ടം നമ്പർ. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ എന്നും വിളിക്കുന്നത്. ഗോട്ട് ഇറ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്? മറക്കരുത്, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ക്വാണ്ടം നമ്പർ ആണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ഈ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഹൗസ് നമ്പർ എന്നാണ് വിളിക്കുന്നത്. അതായത് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സിറ്റി എടുത്തു കഴിഞ്ഞാൽ അതിലൊരു സ്ട്രീറ്റ് ഉണ്ട്, അതിൽ കുറേ വീടുകളുണ്ട്. ഓക്കെ, ഒരു സ്ട്രീറ്റിൽ കുറേ വീടുകളുണ്ട്. ഓരോ വീടിനും ഓരോ ഹൗസ് നമ്പർ ഉണ്ടാവുമല്ലോ.
ഓക്കെ, ഈ വീടിന് ഹൗസ് നമ്പർ 1, ഹൗസ് നമ്പർ 2, ഹൗസ് നമ്പർ 3. ചിലപ്പോൾ വേറൊരു സ്ട്രീറ്റിൽ വീണ്ടും കുറേ വീടുകളുണ്ട്. ഇവിടെ ഒരു വീട്, ഇവിടെ ഒരു വീട്, ഇവിടെ ഒരു വീട്. ഹൗസ് നമ്പർ 1, ഹൗസ് നമ്പർ 2, ഹൗസ് നമ്പർ 3. യെസ് ഓർ നോ? അതേപോലെ നമ്മൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ കണ്ടു, gives you the shell. യെസ് ഓർ നോ? അസിമുത്തൽ ക്വാണ്ടം നമ്പർ കണ്ടു, gives you the shape of the orbital. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്താണ് തരുന്നത്? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിനെ നമ്മൾ ML എന്ന് വിളിക്കും, മൈ ഡിയർ സ്റ്റുഡൻസ്. Okay, it represents the orientation of orbital and number of orbitals in a subshell. Represents the orientation of orbital and number of orbitals in a subshell. ആദ്യം നമുക്ക് നോക്കാം. M വാല്യൂ റേഞ്ച് ചെയ്യാൻ പോകുന്നത് -L to +L ആണ്. M വാല്യൂ റേഞ്ച് ചെയ്യാൻ പോകുന്നത് -L to +L. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഡിപ്പെൻഡ്സ് ഓൺ ദ സബ്ഷെൽ ദാറ്റ് വി ആർ ടോക്കിംഗ് അബൌട്ട്. Okay, for example, L value 0 ആണെങ്കിൽ, ഞാൻ S subshell-നെയാണ് പറയുന്നത്. S subshell ആണ് ഉദ്ദേശിക്കുന്നത്, അതായത് സ്ഫെറിക്കലി ഷേപ്ഡ് ഓർബിറ്റൽസിനെയാണ് ഉദ്ദേശിക്കുന്നത്. M വാല്യൂ എന്തായിരിക്കും? -L to +L, അതായത് -0 +0 ഒന്നുമില്ല, there is only 1. 0-ന് മൈനസോ പ്ലസോ ഒന്നുമില്ല. സോ M വാല്യൂ അല്ലെങ്കിൽ ML വാല്യൂ മൈ ഡിയർ സ്റ്റുഡൻസ് 0 ആണ്. അതായത് അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? ഈ സ്ഫെറിക്കൽ ഓർബിറ്റൽസിന് അല്ലെങ്കിൽ S സബ്ഷെൽസിനാകെ ഒറ്റ ഓറിയന്റേഷനേ ഉള്ളൂ കോർഡിനേറ്റ് ആക്സിസിൽ. ഒബ്വിയസ്ലി നിങ്ങൾ ലോജിക്കലി ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാവരും നോക്കുക, കോർഡിനേറ്റ് ആക്സിസ് എടുക്കുകയാണ്, ഞാനൊരു സ്ഫിയർ കൺസിഡർ ചെയ്യാണ്. ഈ സ്ഫിയറിന് ഒറ്റ ഒരു ഓറിയന്റേഷനേ ഉള്ളൂ. ഈ സ്ഫിയർ ഇങ്ങോട്ട് തിരിച്ചാലും അതിന്റെ ഓറിയന്റേഷൻ മാറുന്നില്ല വിത്ത് റെസ്പെക്ട് ടു X ആക്സിസ്, വിത്ത് റെസ്പെക്ട് ടു Y ആക്സിസ്, വിത്ത് റെസ്പെക്ട് ടു Z ആക്സിസ്. ഫോർ എക്സാമ്പിൾ, എല്ലാവരും നോക്കുക, ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സ്ഫിയർ എടുക്കുകയാണെങ്കിൽ, സപ്പോസ് ദിസ് ഡിസ്റ്റൻസ് ഇസ് R, ദിസ് ഡിസ്റ്റൻസ് ഇസ് R, ദിസ് ഡിസ്റ്റൻസ് ഇസ് ഓൾസോ R, അല്ലേ? യെസ് ഓർ നോ? ഞാൻ ആ സ്ഫിയർ എടുത്ത് ഇങ്ങനെ തിരിച്ചാലും ഈ ഡിസ്റ്റൻസുകൾ ആ സ്ഫിയറിന്റെ വിത്ത് റെസ്പെക്ട് ടു X ആക്സിസ്, Y ആക്സിസ്, Z ആക്സിസ് ഉള്ള ഓറിയന്റേഷൻസ് മാറുന്നില്ല, അല്ലേ? ഇപ്പൊ electron will be present in the spherical region with respect to X axis, with respect to Y axis, with respect to Z axis. ആ ഇലക്ട്രോൺസിന് ആകെ ഒറ്റ ഒരു ഓറിയന്റേഷനും ഉള്ളൂ. ഇത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും എപ്പോഴാണെന്നറിയോ? P ഓർബിറ്റൽ കൺസിഡർ ചെയ്യുമ്പോൾ that means L is equal to 1, ML can take -L to +L, അതായത് -1, 0, +1. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? 3 ഓറിയന്റേഷൻസ് ഉണ്ടെന്നാണ്. നിങ്ങൾ ഈ ലിറ്ററൽ വാല്യൂസ് എടുക്കല്ലേ കേട്ടോ. നിങ്ങൾ ചോദിക്കും സാറേ -1, 0, +1, അതിന്റെ അർത്ഥം എന്താണ്? അങ്ങനെ നോക്കണ്ട, നിങ്ങൾ നമ്പേഴ്സ് എടുത്താൽ മതി. 3 വാല്യൂസ് ഉണ്ട്, അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? P ഓർബിറ്റൽസിന് 3 ഓറിയന്റേഷൻസ് ഉണ്ട്. ആ 3 ഓറിയന്റേഷൻസ് ആണ് നിങ്ങൾ നേരത്തെ കണ്ടത്. അതായത് X ആക്സിലുള്ള ഒരു ഓറിയന്റേഷൻ, അതായത് ഇലക്ട്രോൺ ഡെൻസിറ്റി വിൽ ബി അലോങ് X ആക്സിസ്. ഇലക്ട്രോൺസിനെ ഈ X ആക്സിസിൽ ഈ ഓറിയന്റേഷൻസിലാണ് നിങ്ങൾക്ക് കാണുക. അതാണ് PX ഓർബിറ്റൽ. ഡംബൽ ഷേപ്പ് തന്നെ, പക്ഷെ X ആക്സിസിൽ കൂടെ. അതായത് PY ഓർബിറ്റൽ, ഡംബൽ ഷേപ്പ് തന്നെ Y ആക്സിസിൽ കൂടെ. ഇലക്ട്രോൺസ് ഇവിടെയോ ഒന്നും കാണില്ല, ഈ Y ആക്സിസിലുള്ള ഡംബൽ ഷേപ്പ്. പിന്നെ ഉള്ളത് PZ ഓർബിറ്റൽ, ഇലക്ട്രോൺസ് ഇവിടെയൊന്നും കാണില്ല, along the Z ആക്സിസ്. ഇതാണ് 3 ഓറിയന്റേഷൻ. യെസ് ഓർ നോ? അപ്പൊ P സബ്ഷെൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ 3 പോസിബിൾ ഓറിയന്റേഷൻസ് ഉണ്ട്. ഗോട്ട് ഇറ്റ്? P സബ്ഷെൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ 3 പോസിബിൾ ഓറിയന്റേഷൻസ് ഉണ്ട്. യെസ് ഓർ നോ? അതാണ് നമ്പർ ഓഫ് ഓർബിറ്റൽസ് 3 എന്നിട്ട് ഇട്ടിരിക്കുന്നത്. S സബ്ഷെൽ എടുത്തു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് 1 ആണ്. നമ്പർ ഓഫ് ഓർബിറ്റൽസിന് ഒരു സിമ്പിൾ ഫോർമുല ഉണ്ട്, ഒന്നുമില്ല, 2 × L + 1. ഫോർ എക്സാമ്പിൾ, S ഓർബിറ്റൽ എടുക്കുകയാണെങ്കിൽ എല്ലാവരും നോക്കുക, S ഓർബിറ്റൽ എടുക്കുകയാണെങ്കിൽ 2 × 0 + 1, അല്ലേ? ഇവിടെ നോക്കുക, 2 × 0 + 1, ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. P ഓർബിറ്റൽ എടുക്കുകയാണെങ്കിൽ 2 × 1 + 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 3. യെസ് ഓർ നോ? ഫൈൻ.
ആ 3 ഓറിയന്റേഷൻസ് ആണ് -1 0 +1 എന്ന് കൊടുത്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇത് PX, ഇത് PY, ഇത് PZ ആയിട്ട് എടുക്കുക. അപ്പം നിങ്ങൾ വിചാരിക്കും സാറേ അങ്ങനെ തന്നെയാണോ എപ്പോഴും? അങ്ങനെ ഇല്ല മൈ ഡിയർ സ്റ്റുഡൻസ്. ചില ബുക്സിൽ കറക്റ്റായിട്ട് ഇത് PX, ഇത് PY, PZ, അല്ലെങ്കിൽ ഇത് PZ, ഇത് PY, PX എന്നൊക്കെ ഡിഫറെൻറ്റ് ബുക്സിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും അണ്ടർസ്റ്റാൻഡ് ഈച്ച് ഓഫ് ദം ക്യാൻ ടേക്ക് എനി വാല്യൂ. കാര്യം ഈ X ആക്സിസും Y ആക്സിസും Z ആക്സിസും നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത് ഏതാണ് X, ഏതാണ് Y, ഏതാണ് Z എന്നുള്ളത്, അല്ലേ? പെർസ്പെക്റ്റീവ് അനുസരിച്ചിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ് ഞാനിപ്പോൾ കറക്കുന്നത് ക്ലോക്ക് വൈസ് ആണ് എന്ന് ഞാൻ പറയുന്നു. പക്ഷേ അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ പറയും സാറ് കറക്കുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ബിക്കോസ് ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ മൈ വ്യൂ പോയിന്റ്. അതേപോലെ തന്നെയാണ് ഞാൻ പറയുന്നത് -1 0 +1 എന്ന് പറയുന്നത് ജനറലി PX ഉം PY ഉം PZ ഉം അതിൽ ഏതുമാകാം. അത്രയും മനസ്സിലാക്കുക. 3 ഓറിയന്റേഷൻസ് ഉണ്ട്. ഇനി D ഓർബിറ്റൽ എടുക്കുകയാണെങ്കിൽ ദാറ്റ് മീൻസ് L = 2 എടുക്കുകയാണെങ്കിൽ ML വാല്യൂ ക്യാൻ ടേക്ക് -2 -1 0 +1 +2. നമ്പർ ഓഫ് ഓർബിറ്റൽസ് വിൽ ബി ഈക്വൽ ടു 5. 5 പോസിബിൾ ഓറിയന്റേഷൻസ് ഉണ്ട്. ആ 5 പോസിബിൾ ഓറിയന്റേഷൻസ് ആണ് നിങ്ങളിവിടെ കാണുന്നത്. ഏതൊക്കെയാണ് എല്ലാവരും നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്. ഏതൊക്കെയാണ് എന്ന് നോക്കുക. ദിസ് ഇസ് ബേസിക്കലി DZ². ദിസ് ഇസ് ബേസിക്കലി DX² - Y². ഇത് DXY, ഇത് DYZ, ഇത് DZX. ഇതിൽ DZ² ഷേപ്പ് മാത്രമാണ് കുറച്ച് ഓഡായിട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു തരാം. ഇത് ബേസിക്കലി Z ആക്സിസിൽ ഒരു ഡമ്പലും അതിൻ്റെ ചുറ്റും ഇപ്പം നമ്മൾ പറയല്ലോ ഇപ്പോൾ ഒരു ടയർ, ഒരു ഇൻഫ്ലേറ്റഡ് ടയർ ആണെന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ ഒരു സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇടില്ലേ മറ്റേ പൊങ്ങിക്കിടക്കാനായിട്ട്, അതേപോലത്തെ ഒരു ബെൽറ്റ് അല്ലെങ്കിൽ അതേപോലത്തെ ഒരു ടയർ അതിൻ്റെ ചുറ്റുമുണ്ട് എന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് ഹൗ DZ² ലുക്സ് ലൈക്ക്. ഇനി ബാക്കിയുള്ള D ഓർബിറ്റൽസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ വളരെയധികം മനസ്സിലാക്കേണ്ടതാണ്. ബാക്കിയുള്ള D ഓർബിറ്റൽസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് DXY എന്ന് പറയുന്നത് എല്ലാവരും നോക്കുക. സപ്പോസ് ഞാൻ ഈ കോർഡിനേറ്റ് ആക്സിസ് എടുത്തു. എല്ലാവരും നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്. ഈ ബ്ലാക്ക് പെൻ ഉണ്ടല്ലോ, ഈ ബ്ലാക്ക് പെന്നാണ് X ആക്സിസ് എന്ന് വിചാരിക്കുക. ഈ ബ്ലൂ പെന്നാണ് Y ആക്സിസ് എന്ന് വിചാരിക്കുക. ഓക്കെ. DX² - Y² എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡംബൽ വിച്ച് പാസസ് അലോങ് ദി X ആക്സിസ് ആൻഡ് Y ആക്സിസ്. അതായത് X ആക്സിസിൽ ഒരു ഡംബൽ ഉണ്ട്, Y ആക്സിസിൽ ഒരു ഡംബൽ ഉണ്ട് എന്ന് വിചാരിക്കുക. അലോങ് ദ X ആൻഡ് Y ആക്സിസ്. ഇത് X ആക്സിസ്, ഇത് Y ആക്സിസ്. ഓക്കെ. അലോങ് ദി X ആൻഡ് Y ആക്സിസ്. ഗ്രീൻ ആണ് Z ആക്സിസ് എന്ന് വിചാരിക്കുക. ഓക്കെ. ഗ്രീൻ Z ആക്സിസ്. അപ്പോൾ ഇറ്റ് ഈസ് എ ഡബിൾ ഡംബൽ. ഒരെണ്ണം X ആക്സിസിൽ കൂടെ പോണ ഡംബൽ, ഒരെണ്ണം Y ആക്സിസിൽ കൂടെ പോണ ഡംബൽ. ഇനി DXY എന്താണ് വ്യത്യാസം? DXYയും നോക്കുക. DXYയും ഉള്ളത് ഈ XY പ്ലെയിനിൽ തന്നെയാണ്. ഈ Xും Yയും. ഓക്കെ. ഇതാണ് X ആക്സിസ്, ഇതാണ് Y ആക്സിസ്. ഈ XY പ്ലെയിനിൽ തന്നെയാണ് അവനും കിടക്കുന്നത്. പക്ഷെ ഒറ്റ വ്യത്യാസം എന്താന്ന് വെച്ചാൽ ഇറ്റ് ഈസ് 45 ഡിഗ്രി. ഇറ്റ് ഈസ് നോട്ട് അലോങ് ദ X ആൻഡ് Y ആക്സിസ്. നോക്കുക, ഇറ്റ് ഈസ് നോട്ട് അലോങ് ദി X ആൻഡ് Y ആക്സിസ്. ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവൻ ബേസിക്കലി ഒരു 45 ഡിഗ്രി ടിൽറ്റഡ് ആണ്, അല്ലെ? ആക്സിസ് ആയിട്ട് നോക്കുമ്പോൾ ഇവന്റെ ലോബ്സ് നോക്കുമ്പോൾ ഇറ്റ് ബേസിക്കലി ഒരു 45 ഡിഗ്രി ടിൽറ്റഡ് ആണ് എന്ന് പറയാം, അല്ലെ? യെസ് ആണോ? DX² - Y² DXY തമ്മിലുള്ള വ്യത്യാസം. ഇനി DYZ എന്താണ്? DYZ എന്ന് പറയുമ്പോൾ നോക്കുക, നമുക്കറിയാം ഇതാണ് Y ആക്സിസ്, ഇതാണ് Z ആക്സിസ്. DYZ എന്ന് പറയുമ്പോൾ ഈ YZ പ്ലെയിനിൽ ഉള്ള ഡംബൽ, ഇത് X ആക്സിസ്, ഇത് Z ആക്സിസ്, ഇത് Y ആക്സിസ്. ഈ പ്ലെയിനിൽ, അതായത് ഈ YZ പ്ലെയിനിൽ നിൽക്കുന്ന ഒരു ഡംബൽ, ഈ YZ പ്ലെയിനിൽ, ഇത് X ആക്സിസ് ആണ്, ഈ YZ പ്ലെയിനിൽ നിൽക്കുന്ന ഒരു ഡംബലാണ് DYZ. യെസ് ഓ നോ? 45 ഡിഗ്രി ആംഗിളിലാണ് നിൽക്കുന്നത്. യെസ് ഓ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? ഫൈൻ. ഇപ്പൊ ഞാൻ പറയാണ്, എല്ലാവരും നോക്കുക, ഇത് X, ഇത് Y. ഇവിടെ Z-ഉം Y-ഉം ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ബേസിക്കലി എല്ലാവരും നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്, ഇത് ഇങ്ങനെ വരും.
എല്ലാവരും നോക്കുക, ഇത് എക്സ്, ഇത് വൈ. ഈ വൈ ആക്സിസ് ഇവിടെയാണ് വരുന്നത്. ഇവിടെ അത് എന്തുകൊണ്ടാണ്? പോയിന്റ് ഓഫ് വ്യൂ മാറിയത് കൊണ്ട് മാത്രമാണ്. പോയിന്റ് ഓഫ് വ്യൂ മാറിയത് കൊണ്ട് മാത്രമാണ്. ഓക്കെ, ഈസി ടു റെപ്രസെന്റ്, അത്രയും കരുതിയാൽ മതി. ഈസി ടു റെപ്രസെന്റ്, ഈസി ടു റെപ്രസെന്റ്, അത്രയും കരുതിയാൽ മതി. സോ ബേസിക്കലി ഇവിടെ എക്സ് ആക്സിസ് വരുന്നത് എങ്ങനെയാണ്? ഇവിടെ എക്സ് ആക്സിസ് വരുന്നത് പുറത്തോട്ടാണ്. അപ്പൊ ബേസിക്കലി ഇത് ഇങ്ങനെ കരുതിയാൽ മതി, ഇങ്ങനെ കരുതിയാൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ നോക്കുക, സെഡ് ആക്സിസ് ഇവിടെ, എക്സ് ആക്സിസ് പുറത്തോട്ട്, വൈ ആക്സിസ് ഇങ്ങോട്ട്. അപ്പൊ ഈ സെഡും വൈ പ്ലെയിനിലും നോക്കുക, ഈ സെഡ് ആൻഡ് വൈ പ്ലെയിൻ, സെഡ് ആൻഡ് വൈ പ്ലെയിനിലുള്ളതാണ് ഡി വൈ സെഡ്. പിന്നെയുള്ള എന്താണ്? ഡി സെഡ് എക്സ്. ഡി സെഡ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഡി സെഡ് എക്സ് എന്ന് പറയുന്നത് ഈ എക്സും സെഡും പ്ലെയിനിൽ, ഈ എക്സും സെഡും പ്ലെയിനിൽ, അല്ലെങ്കിൽ ഈ നിലത്ത് കിടക്കുന്ന ഈ ഒരു പ്ലെയിനിൽ, എക്സും സെഡും പ്ലെയിനിൽ, എക്സും സെഡും പ്ലെയിനിൽ, എക്സ് സെഡ് പ്ലെയിനിൽ, എക്സ് സെഡ് പ്ലെയിനിലുള്ളതാണ് ഡി സെഡ് എക്സ്. ഗോട്ട് ഇറ്റ്? യെസ് ഓർ നോ? ഈ ഷേപ്സ് നിങ്ങൾ എന്തായാലും മനസ്സിൽ വെക്കണം മൈ ഡിയർ സ്റ്റുഡൻസ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഷേപ്സ് നിങ്ങൾ എന്തായാലും മനസ്സിൽ വെക്കണം, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഗോട്ട് ഇറ്റ്? അപ്പൊ ബേസിക്കലി എല്ലാവരും നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്. ഡി ഓർബിറ്റൽസ് 5 എണ്ണം ഉണ്ട്. -2, -1, 0, 1 and 2. അത് ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ dxy, dyz, dx² - y², dzx, dz², അങ്ങനെ 5 എണ്ണം ഉണ്ട് എന്ന് വിചാരിക്കാം. യെസ് ഓർ നോ? നമ്പർ ഓഫ് ഓർബിറ്റൽസ് എന്താണ്? 5 എണ്ണം. ബേസിക്കലി എങ്ങനെ കിട്ടി? 2 × 2 + 1 = 5. യെസ് ഓർ നോ? അതേപോലെ തന്നെ എഫ് 7 എണ്ണമുണ്ട്. -3 to +3, -l to +l ആണ്. എഫിന്റെ വാല്യൂ എന്താണ്? 3 ആണ്. സോ -3 to +3, 7 എണ്ണമുണ്ട്. 7 ഓർബിറ്റൽസ്. 2 × 3 + 1, 2 × 3 + 1 = 7. സോ ബേസിക്കലി സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഞാൻ എസ് സബ്ഷെൽ എടുക്കുമ്പോൾ അതിൽ ഒറ്റ ഒരു ഓർബിറ്റലേ പോസിബിൾ ഉള്ളൂ. ഞാൻ പി സബ്ഷെൽ എടുക്കുകയാണെങ്കിൽ 3 ടൈപ്പ് പി ഓർബിറ്റൽസ് പോസിബിൾ ആണ്. ഞാൻ ഡി സബ്ഷെൽ എടുക്കുകയാണെങ്കിൽ അതിൽ 5 എണ്ണം പോസിബിൾ ആണ്. ഞാൻ എഫ് എടുക്കുകയാണെങ്കിൽ അതിൽ 7 എണ്ണം പോസിബിൾ ആണ്. ഗോട്ട് ഇറ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്? പെർഫെക്റ്റ്. സിമ്പിളായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. എല്ലാവരും നോക്കുക. ഇനി നമുക്ക് സപ്പോസ് എല്ലാവരും നോക്കുക മൈ ഡിയർ ചാമ്പ്യൻസ്, എല്ലാവരും നോക്കുക. സപ്പോസ് ഞാൻ n = 1 എടുത്തു. എല്ലാവരും നോക്കുക. സപ്പോസ് ഞാൻ n = 1 എടുത്തു. L ഏതൊക്കെയാണ് പോസിബിൾ? L നിങ്ങൾക്കറിയാം 0 to n - 1 ആണ്. അതായത് L വാല്യൂ 0 ആണ്. യെസ് ഓർ നോ? ML വാല്യൂ ഏതൊക്കെയാണ് പോസിബിൾ? ML വാല്യൂ ഇസ് ബേസിക്കലി -l to +l, -l to +l. അതായത് ML വാല്യൂ 0 ആണ്. ബേസിക്കലി നമുക്ക് ഒറ്റ ഒരു ഓർബിറ്റിലേ കിട്ടുള്ളൂ, 1s ഓർബിറ്റൽ. ML വാല്യൂ എന്ന് പറയുന്നത് ഓറിയന്റേഷൻ ആണ്. അതായത് ഈ ഫസ്റ്റ് ഷെല്ലിൽ, ഈ ഒരു സിറ്റിയിൽ ആകെ ഒറ്റ സ്ട്രീറ്റേ ഉള്ളൂ. ഇതാണ് എസ് ഓർബിറ്റൽ ആണ്, അല്ലെങ്കിൽ എസ് സബ്ഷെല്ലാണ് ഉള്ള സ്ട്രീറ്റ്. ആ സ്ട്രീറ്റിൽ ആകെ ഒറ്റ വീടേ ഉള്ളൂ എന്ന് കരുതിയാൽ മതി. ബേസിക്കലി ഫസ്റ്റ് ഷെല്ലിൽ ആകെ ഒറ്റൊരു വീടേ ഉള്ളൂ, 1s. ആകെ ഒറ്റൊരു ഓർബിറ്റലേ ഉള്ളൂ ഫസ്റ്റ് ഷെല്ലിൽ, 1s. ബേസിക്കലി അതിന്റെ അർത്ഥം എന്താണ്? ലിറ്ററലി നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഫസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിന് ഒരു സ്ഫെറിക്കൽ രീതിയിൽ മാത്രമേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഒറ്റൊരു ഓർബിറ്റലേ ഉള്ളൂ ഫസ്റ്റ് ഷെല്ലിൽ, 1s ഓർബിറ്റൽ. ഞാൻ സെക്കൻഡ് എടുക്കുകയാണെങ്കിൽ എല്ലാവരും നോക്കുക. സെക്കൻഡ് എടുക്കുകയാണെങ്കിൽ n = 2 എടുക്കുകയാണെങ്കിൽ എല്ലിന് മറ്റേ വാല്യൂസ് ഏതൊക്കെയാണ്? 0, 1 അല്ലേ? 0, 1. അതായത് എസ് പറ്റും, പിയും പറ്റും. യെസ് ഓർ നോ? ML ഏതൊക്കെയാണ് മൈ ഡിയർ സ്റ്റുഡൻസ്? എസ് ഓർബിറ്റലിന് ആകെ ഒറ്റൊരു ഓറിയന്റേഷനേ ഉള്ളൂ. പി ഓർബിറ്റലിന് 2px പറ്റും, 2py പറ്റും, 2pz പറ്റും അല്ലേ?
അതായത് ഫോർ എക്സാമ്പിൾ -1 0 +1 എന്ന് കരുതാം. ഇത് ബേസിക്കലി 0. സോ ബേസിക്കലി എത്ര വീടുകളുണ്ട് അല്ലെങ്കിൽ എത്ര ഓർബിറ്റൽസ് ഉണ്ട്? 1 2 3 4 ഓർബിറ്റൽസ് ഉണ്ട്. എവിടെ? സെക്കൻഡ് ഷെല്ലിൽ 4 ഓർബിറ്റൽസ് ഉണ്ട് മൈ ഡിയർ സ്റ്റുഡൻസ്, അല്ലേ? ഫോർ എക്സാമ്പിൾ ഞാനത് ഇവിടെ ഇത് കാണിച്ചു തരാം. എല്ലാവരും നോക്കുക. ഈ എസ് ഓർബിറ്റലിൽ അല്ലെങ്കിൽ എസ് സബ്ഷെല്ലിന് പറ്റിയ എം എൽ വാല്യൂസ് ഏതാണ്? 0. പി സബ്ഷെല്ലിന് പറ്റിയത് ഏതൊക്കെയാണ്? -1 0 +1. യെസ് ഓർ നോ? അതായത് px py pz എന്ന് കരുതാം. സോ ബേസിക്കലി 2s ഓർബിറ്റൽ, 2px ഓർബിറ്റൽ, 2py ഓർബിറ്റൽ, 2pz ഓർബിറ്റൽ. 4 പോസിബിൾ ആണ്. അതായത് ഞാനിപ്പോൾ സെക്കൻഡ് ഷെൽ എടുക്കുകയാണെങ്കിൽ ഇലക്ട്രോൺസിന് ഒന്നില്ലെങ്കിൽ ഒരു സ്ഫെറിക്കൽ രീതിയിൽ നീങ്ങാൻ പറ്റും, അതാണ് 2s ഓർബിറ്റൽ. അല്ലെങ്കിൽ എക്സ് ആക്സിസിൽ കൂടെ പോണ ഒരു ഡംബൽ രീതിയിൽ മൂവ് ചെയ്യാം, അല്ലെങ്കിൽ y ആക്സിസിൽ കൂടെ പോണ ഒരു ഡംബൽ രീതിയിൽ മൂവ് ചെയ്യാം, അല്ലെങ്കിൽ z ആക്സിസിൽ കൂടെ പോണ ഒരു ഡംബൽ രീതിയിൽ മൂവ് ചെയ്യാം. 4 പോസിബിലിറ്റീസ് ഉണ്ട് സെക്കൻഡ് ഷെല്ലിൽ. ഇനി ഞാൻ തേർഡ് ഷെൽ എടുക്കുകയാണെങ്കിൽ എൽ വാല്യൂ ഏതൊക്കെയാണ്? 0 1 and 2. 0 എന്ന് പറയുമ്പോൾ എം എൽ വാല്യൂ ഏതൊക്കെയാണ്? 0. 1 എന്ന് പറയുമ്പോൾ പി ഓർബിറ്റൽ ആണ്. 1 എന്ന് പറയുമ്പോൾ -1 0 +1. 2 എന്ന് പറയുമ്പോൾ ഡി ഓർബിറ്റൽ എം എൽ വാല്യൂസ് ഏതൊക്കെയാണ്? -2 -1 0 +1 and +2. സോ ബേസിക്കലി പറ്റിയ ഓർബിറ്റൽസ് ഏതൊക്കെയാണ്? 3s ഓർബിറ്റൽ, 3px, 3py, 3pz, അതേപോലെ തന്നെ 3dx² - y², 3dx² - y², 3dx² - y², 3dz², പിന്നെ 3dxy, 3dyz, 3dxz. സോ മൊത്തത്തിൽ എത്ര ഓർബിറ്റൽസ് പോസിബിൾ ആണ് തേർഡ് ഷെല്ലിൽ? 1 3 4 4 5 9. ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്പർ ഓഫ് ഓർബിറ്റൽസ് പോസിബിൾ. സോ ബേസിക്കലി ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നേരത്തെ ഞാൻ ഹിന്റ് തന്നില്ലേ മൈ ഡിയർ സ്റ്റുഡൻസ്? നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ എ ഷെൽ. നേരത്തെ നമ്മൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണല്ലോ കണ്ടത്. മാക്സിമം നമ്പർ ഓഫ് ഓർബിറ്റൽസ് in a shell is equal to n². നമ്പർ ഓഫ് ഓർബിറ്റൽ അല്ലെങ്കിൽ മാക്സിമം നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് എന്ന് ഇട്ടാലും മതി. നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ എ ഷെൽ ഇസ് ഈക്വൽ ടു n². അതായത് ഫസ്റ്റ് ഷെൽ എടുക്കുകയാണെങ്കിൽ 1 × 1 ഒറ്റൊരു ഓർബിറ്റൽ ഉള്ളൂ. സെക്കൻഡ് ഷെൽ എടുക്കുകയാണെങ്കിൽ 2 × 2 4 ഓർബിറ്റൽസ് ആർ പോസിബിൾ. 1 2 3 and 4. തേർഡ് ഷെൽ എടുക്കുകയാണെങ്കിൽ 3 × 3 9 ഓർബിറ്റൽസ് ആർ പോസിബിൾ. നേരത്തെ നമ്മൾ കണ്ടത് 2n² ആണ്. അത് ബേസിക്കലി ടോട്ടൽ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ ഷെല്ലാണ്. അതെന്തുകൊണ്ടാണ് വന്നത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇത് നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ എ ഷെൽ ഇസ് ഈക്വൽ ടു n². ഗോട്ട് ഇറ്റ്? നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ എ സബ്ഷെല്ലോ? നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ എ സബ്ഷെൽ എടുക്കുകയാണെങ്കിൽ ഇത് തന്നെ സബ്ഷെല്ലിന്റെ ഫോർമുല എന്താണെന്ന് നമുക്കറിയാം. 2 × l+1. സബ്ഷെൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ എ സബ്ഷെൽ. ഫോർ എക്സാമ്പിൾ എസ് സബ്ഷെല്ലിൽ എത്ര ഓർബിറ്റൽസ് ഉണ്ട്? 2 × l+1. 2 × 0 + 1 ഒറ്റൊരു ഓർബിറ്റലേ ഉള്ളൂ. ഏത് സബ്ഷെൽ എടുത്താലും അതിപ്പോ ഫസ്റ്റ് ഷെല്ലുള്ള എസ് ഓർബിറ്റലായാലും സെക്കൻഡ് ഷെല്ലുള്ള എസ് ഓർബിറ്റലായാലും തേർഡ് ഷെല്ലിലെ എസ് ഓർബിറ്റലായാലും ഒറ്റൊരു ഓർബിറ്റലേ ഉള്ളൂ. പി ഓർബിറ്റൽ എടുക്കുകയാണ്. പി സബ്ഷെൽ എടുക്കുകയാണെങ്കിൽ എത്ര ഓർബിറ്റൽസ് ആണ്? 2 × l+1. l = 1. പി എന്ന് വെച്ചാൽ l = 1. 2 × 1 + 1 3. സോ ബേസിക്കലി 3 ഓർബിറ്റൽസ് are there. യെസ് or no? ഒരു ഷെല്ലിലെ ഫോർമുലയാണ് n². ഫൈൻ, ഗോട്ട് ഇറ്റ്. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോഡാണ്. വാട്ട് ഇസ് എ നോഡ്? എന്താണ് നോഡ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇറ്റ് ഈസ് എ പോയിന്റ് ഓർ ലൈൻ ഓർ പ്ലെയിൻ ഓർ സർഫസ് ഇൻ വിച്ച് പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ ഇസ് 0.
It is a point or line or plane or surface in which probability of finding electron is equal to 0. Basically, ഈ ഓർബിറ്റൽസില്ലേ, നമ്മൾ ഈ പറഞ്ഞ ഓർബിറ്റൽസിൽ ചില റീജിയൻസിൽ ഇലക്ട്രോണിനെ കാണാൻ തന്നെ പറ്റില്ല, ഇലക്ട്രോൺ ഉണ്ടാവില്ല. അങ്ങനത്തെയുള്ള റീജിയൻസിനെയാണ് നമ്മൾ നോഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എല്ലാവരും നോക്കുക. ഞാനിപ്പോൾ ഒരു ഓർബിറ്റൽ എടുക്കുകയാണ്. ആ ഓർബിറ്റലിൽ ഉള്ള ടോട്ടൽ നമ്പർ ഓഫ് നോഡ്സിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ n-1 ആണ്. ഓക്കെ, ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പ്ലീസ് കീപ് ദിസ് ഫോർമുല ഇൻ മൈൻഡ്. ടോട്ടൽ നമ്പർ ഓഫ് നോഡ്സ് ഇൻ ആൻ ഓർബിറ്റൽ ഇസ് ഈക്വൽ ടു n-1. നോഡ്സ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, രണ്ട് ടൈപ്പ് ഓഫ് നോഡ്സ് ഉണ്ട്. റേഡിയൽ നോഡ്സ് വിച്ച് ഇസ് ഓൾസോ കോൾഡ് ആസ് സ്ഫെറിക്കൽ നോഡ്സ് ഓർ നോഡൽ സർഫസ്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് നോഡ്സ് ആണ് ആംഗുലാർ നോഡ്സ് ഓർ നോഡൽ പ്ലെയിൻസ്. എന്താണ് ഈ റേഡിയൽ നോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സിമ്പിളായിട്ട് പറഞ്ഞു തരാം മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവരും നോക്കുക. റേഡിയൽ നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ഞാൻ ഈ ന്യൂക്ലിയസ് എടുത്തു. ഈ ന്യൂക്ലിയസിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ആർ, ഓക്കെ, ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ആർ, ആ ഡിസ്റ്റൻസിലുള്ള റീജിയൻസിനൊന്നും ഇലക്ട്രോൺ കാണുന്നില്ല. ബേസിക്കലി ആ ഒരു എന്താ പറയുക, ആ ഒരു സർക്കംഫറൻസ്, ആ ഒരു particular region, the distance r from the nucleus, a particular distance r from the nucleus where probability of finding electron is 0, that is called as a radial node. For example, ഞാനിപ്പോൾ എല്ലാവരും നോക്കുക, 1s ഓർബിറ്റൽ എടുക്കുകയാണ്. 1s ഓർബിറ്റലിലെ ബേസിക്കലി 1s ഓർബിറ്റൽ ഇവിടെയാണ് ന്യൂക്ലിയസ് സെൻട്രൽ. 1s ഓർബിറ്റലിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. ഈ എൻറ്റയർ സൈസിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് റീജിയൻസിൽ നിങ്ങൾക്ക് അറിയാം ഇലക്ട്രോണിനെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ഈ ഡയഗ്രാം നോക്കിയാൽ മതി. ആ കംപ്ലീറ്റ് റീജിയനിൽ there is no region where electron is not found. ഈ കംപ്ലീറ്റ് ഷെല്ലിൻ്റെ ഉള്ളിൽ ഇലക്ട്രോൺ എല്ലായിടത്തും കാണാൻ പറ്റും. അതായത് റേഡിയൽ നോഡ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. റേഡിയൽ നോഡ് ഇല്ല അല്ലേ? റേഡിയൽ നോഡ് ഇല്ല 1s ഓർബിറ്റലിന് റേഡിയൽ നോഡ് ഇല്ല. 1s ഓർബിറ്റലിന് റേഡിയൽ നോഡ് ഇല്ല. അതായത് ഞാൻ ഇങ്ങനെ, ഇതാണ് ഫസ്റ്റ് ഷെല്ല്. ആ ഫസ്റ്റ് ഷെല്ല് എല്ലായിടത്തും ഇലക്ട്രോണിനെ കാണാൻ പറ്റുന്നുണ്ട്, റേഡിയൽ നോഡ് ഇല്ല. ഓക്കെ, 2s ഓർബിറ്റലിന്റെ ഡയഗ്രാം നോക്കുമ്പോൾ 2s ഓർബിറ്റലിന്റെ ഡയഗ്രാം സയന്റിസ്റ്റ് പഠിച്ചപ്പോൾ അവർ മനസ്സിലാക്കി ഇവിടെ ഈ റീജിയനിൽ ഇലക്ട്രോണിനെ കാണാൻ പറ്റും, ഈ റീജിയനിലും ഇലക്ട്രോണിനെ കാണാൻ പറ്റും. പക്ഷേ അതിൻ്റെ നടുക്ക് ഒരു വെള്ള റീജിയൻ കണ്ടോ നിങ്ങൾ? നിങ്ങളൊരു വെള്ള റീജിയൻ കണ്ടോ? ആ ഒരു റീജിയൻ വിച്ച് ഇസ് പ്രോബബ്ലി എ ഡിസ്റ്റൻസ് ആർ, ഒരു ഡിസ്റ്റൻസ് ആർ ഫ്രം ദ ന്യൂക്ലിയസ്, ആ ഒരു റീജിയനിൽ ഇലക്ട്രോണിനെ കാണാൻ പറ്റുന്നില്ല. സോ ബേസിക്കലി ദർ ഇസ് വൺ റേഡിയൽ നോഡ്. 3s എടുക്കുകയാണെങ്കിൽ ഇവിടെ നടുക്ക് ഇലക്ട്രോണിനെ കാണാൻ പറ്റും, പക്ഷെ ഈ ഒരു റീജിയൻ അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഇറ്റ് ഇസ് നോട്ട് ഫൗണ്ട്. പിന്നെ ഈ ഒരു റീജിയൻ അറ്റ് എ ഡിസ്റ്റൻസ് r1 ഇറ്റ് ഇസ് നോട്ട് ഫൗണ്ട്. സോ ബേസിക്കലി രണ്ട് റീജിയൻ ഇൻസൈഡ് ദാറ്റ് വേർ ഇലക്ട്രോൺസ് ആർ നോട്ട് ഫൗണ്ട് വിച്ച് ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് r. ബേസിക്കലി അപ്പോൾ 3sന് രണ്ട് റേഡിയൽ നോഡ് ഉണ്ട് എന്ന് പറയാം. റേഡിയൽ നോഡ്സിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. സോ ബേസിക്കലി ഫ്രം ദ ന്യൂക്ലിയസ് a ഡിസ്റ്റൻസ് r എടുത്തു കഴിഞ്ഞാൽ ആ ഡിസ്റ്റൻസ് r-ൽ if electrons are not found, that particular region is called as a radial node. For example, ഞാനിപ്പോൾ തൽക്കാലം ഞാൻ പറയാണ്, ഞാനിപ്പോൾ എൻ്റെ നാട്ടിൽ പോയിട്ട് എൻ്റെ വീട് ഇവിടെ ഉണ്ട് എന്ന് വരിക. ഓക്കെ, എനിക്ക് ഇങ്ങനെ, ഇതാണ് എൻ്റെ പറമ്പ്. ഓക്കെ, ഇതാണ് എൻ്റെ പറമ്പ്. ഈ പറമ്പിൽ ഇവിടെയായിട്ട് ലെറ്റസ് സേ ഒരു അരുവി ഉണ്ടെന്ന് വരിക. യെസ് ആണോ? എനിക്ക് ഓടിച്ചാടി നടക്കാനായിട്ട് ഇവിടുത്തെ ഈ റീജിയൻ പറ്റും. ഓക്കെ, അരുവിയിൽ കയറാൻ പാടില്ലെന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഇവിടെയും എനിക്ക് ഓടിച്ചാടി നടക്കാൻ പറ്റും, അരുവിയിൽ ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ റേഡിയൽ നോഡ് എന്ന് പറയുന്നത് ഈ അരുവിയാണ്, ബേസിക്കലി അറ്റ് എ ഡിസ്റ്റൻസ് r ഫ്രം ദ ന്യൂക്ലിയസ്. യെസ് ഓ നോ? അങ്ങനെ കരുതിയാൽ മതി. സോ റേഡിയൽ നോഡ് ഇസ് എ റീജിയൻ വേർ
probability of finding the electron is 0 and it is at a distance r from the nucleus. Angular node എന്താണ്? Angular node എന്ന് പറയുന്നത് ഒരു plane ആണ്. It is a plane where probability of finding the electron is equal to 0. Probability of finding the electron is equal to 0. അതായത് basically psi square is equal to 0 എന്ന് പറയാം എനിക്ക്. Okay, nodes basically നിങ്ങൾക്കറിയാം നോഡൽ റീജിയൻ എന്ന് പറയുന്നത് നോഡൽ റീജിയൻ എന്ന് പറയുന്ന റീജിയനിൽ ഐ കൻ സേ ദാറ്റ് psi square will be equal to 0 അല്ലേ? psi square will be equal to 0, അതായത് psi is equal to 0, അതായത് പ്രോബബിലിറ്റി ഡെൻസിറ്റി 0 ആണ്. ഇപ്പൊ ഞാൻ ആംഗുലാർ നോഡ് എന്താണ്? ഇറ്റ് ഇസ് എ പ്ലെയിനാർ റീജിയൻ വേർ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദി ഇലക്ട്രോൺ ഇസ് 0. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പി ഓർബിറ്റൽ എടുക്കുകയാണ്. പി ഓർബിറ്റൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇലക്ട്രോൺ നിങ്ങൾക്ക് കാണാൻ പോകുന്നത് ഇവിടുത്തെ റീജിയനുമാണ്. പക്ഷെ ആ പി ഓർബിറ്റലിനെ കട്ട് ചെയ്യണ ഒരു പ്ലെയിൻ നിങ്ങൾ നോക്കുക. ആ പ്ലെയിനാർ റീജിയനിൽ എവിടെയും നിങ്ങൾക്ക് ഇലക്ട്രോണിനെ കാണാൻ പറ്റില്ല. അല്ലെ? ഈ ഗ്രീൻ റീജിയനിൽ ഇലക്ട്രോണിനെ കാണാൻ പറ്റില്ല. സോ ബേസിക്കലി ദർ ഇസ് വൺ പ്ലെയിൻ വേർ ദർ ഇസ് നോ presence of electron. So basically ഒരു പി ഓർബിറ്റൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു പി ഓർബിറ്റലിനെ നടുക്കൊക്കെ കാണുന്ന പ്ലെയിനിൽ മാത്രം ഇലക്ട്രോണെ കാണാൻ പറ്റില്ല. വേറെ ഏത് പ്ലെയിൻ എടുത്താലും, ഇങ്ങനത്തെ പ്ലെയിൻ ഇതെല്ലാം ഈ ലോബിൽ കൂടെ കട്ട് ചെയ്യുന്നുണ്ട്, ഈ ലോബിൽ കൂടെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇലക്ട്രോണെ കാണാൻ പറ്റും. വേറെ ഒരു പ്ലെയിനിലും പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ 0 അല്ല, അല്ലേ? പി ഓർബിറ്റിൽ കൂടെ പോകുന്ന വേറെ ഒരു പ്ലെയിനിലും പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദി ഇലക്ട്രോൺ 0 അല്ല, നടുക്ക കൂടെ പോണ പ്ലെയിൻ ഒഴിച്ച്. യെസ് ഓർ നോ? ഫൈൻ. അപ്പൊ എല്ലാരും നോക്കുക നമ്പർ ഓഫ് റേഡിയൽ നോഡ്സ് in an orbital is n minus l minus 1. Number of angular nodes or nodal planes is equal to L. Number of radial nodes is n minus l minus 1. Number of angular nodes or nodal planes is equal to L. For example, ഞാൻ 1s എടുക്കുകയാണ്. ഓക്കെ, 1s ഓർബിറ്റൽ എടുത്തു കഴിഞ്ഞാൽ നമ്പർ ഓഫ് റേഡിയൽ നോഡ്സ് എത്രയാണ്? മൈ ഡിയർ സ്റ്റുഡൻസ്? നമ്പർ ഓഫ് റേഡിയൽ നോഡ്സ് ഇസ് ഈക്വൽ ടു n minus l minus 1. 1 minus l എത്രയാണ്? 0. 1 minus 0 minus 1, that is equal to 0. Yes or no? ആംഗുലാർ നോഡ്സ് എന്താണ്? നമ്പർ ഓഫ് ആംഗുലാർ നോഡ്സ് എത്രയാണ്? L വാല്യൂ ഇവിടെ എത്രയാണ്? 0. അത് തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ടത്. 1s ഓർബിറ്റിൽ എടുത്തു കഴിഞ്ഞപ്പോൾ റേഡിയൽ നോഡ് ഇല്ല അതിനകത്ത്, അല്ലേ? യെസ് ഓർ നോ? ആംഗുലാർ നോഡ് നോക്കൂ. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഏതെങ്കിലും സെൻട്രിക് പോണ ഏതെങ്കിലും പ്ലെയിനിൽ കൂടെ പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ 0 ആണ്. ഏത് പ്ലെയിൻ എടുത്താലും ആ പ്ലെയിനിലൊക്കെ ഇലക്ട്രോണിനെ കാണാൻ പറ്റും, സെൻട്രിക് കൂടെ പോണ ഏത് പ്ലെയിൻ എടുത്താലും, അല്ലേ? യെസ് ഓർ നോ? ഫൈൻ. നെക്സ്റ്റ് 2s ഓർബിറ്റിൽ എടുക്കുകയാണ്. നമ്പർ ഓഫ് റേഡിയൽ നോഡ്സ് എത്രയാണ്? നമ്പർ ഓഫ് റേഡിയൽ നോഡ്സ് ഇസ് ഈക്വൽ ടു 2 minus l minus 1. 2 minus 0 minus 1, that is equal to 1. യെസ് ഓർ നോ? നമ്പർ ഓഫ് ആംഗുലാർ നോഡ്സ് എത്രയാണ്? 0. യെസ് ഓർ നോ? അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ 2s ഓർബിറ്റിൽ നമ്പർ ഓഫ് റേഡിയൽ നോഡ്സ് 1 ആയിട്ട് കണ്ടത്. യെസ് ഓർ നോ? ഫൈൻ. ഗോട്ട് ഇറ്റ്. ടോട്ടൽ നമ്പർ ഓഫ് നോഡ്സ് എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് നോഡ്സ് ഇത് രണ്ടും ആഡ് ചെയ്യുക. n minus l minus 1 plus l. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് നോഡ്സ് എത്രയാണ്? Total number of nodes is equal to n minus l minus 1 plus l, that is equal to n minus 1. Fine. ഇനി ഞാൻ വേണമെങ്കിൽ 2p ഓർബിറ്റൽ എടുക്കാം. 2p ഓർബിറ്റൽ നമ്പർ ഓഫ് റേഡിയൽ നോഡ്സ് എത്രയാണ്? നമ്പർ ഓഫ് റേഡിയൽ നോഡ്സ് ഇസ് ഈക്വൽ ടു 2 minus 1 minus 1, that is equal to 0. അല്ലേ? 2 minus l minus 1, that is equal to 0. നമ്പർ ഓഫ് ആംഗുലാർ നോഡ്സ് എത്രയാണ്? l വാല്യൂ, that is equal to 1. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. p ഓർബിറ്റലിൽ will be one plane. ആ സെൻട്രിക് കൂടെ പോണ പ്ലെയിൻ ആണ്, അതിനെ ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യുന്ന പ്ലെയിൻ ആണ് ആംഗുലാർ നോഡ്. 4d ഓർബിറ്റൽ എടുത്തു. നമ്പർ ഓഫ് റേഡിയൽ നോഡ്സ് എത്രയാണ്? 4 minus 2 minus 1, that is basically 2 minus 1, that is equal to 1. നമ്പർ ഓഫ് ആംഗുലാർ നോഡ്സ് എത്രയാണ്? d വാല്യൂ, that is equal to 2. രണ്ട് ആംഗുലാർ നോഡ്സ് ഉണ്ടാവും. യെസ് ഓർ നോ? ഡി ഓർബിറ്റൽ, ഏത് ഡി ഓർബിറ്റൽ എടുത്താലും രണ്ട് ആംഗുലാർ നോഡ്സ് ഉണ്ടാവും. കാര്യം എൽ വാല്യൂവിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഗോട്ട് ഇറ്റ്? യെസ് ഓർ നോ? ഫൈൻ.
അപ്പോൾ ഇതാണ് നോഡ്സിൻ്റെ കഥ. ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ ഷുഡ് ബി 0 അറ്റ് നോഡ്സ്. ഓക്കെ, നോക്കുക. ദ നമ്പർ ഓഫ് റേഡിയൽ നോഡ്സ്, നോഡൽ പ്ലെയിൻസ് ഫോർ an orbital with n is equal to 4 and l is equal to 1 is n is equal to 4 and l is equal to 1. എല്ലാവരും നോക്കുക, നമ്പർ ഓഫ് റേഡിയൽ നോഡ്സ് എത്രയാണ്? n minus l minus 1, that is equal to 4 minus 1 minus 1, that is equal to 2. Number of angular nodes എത്രയാണ്? l value തന്നെ. So basically 2 and 1. This will be the answer. Yes or no? Fine. നമുക്കിനി അടുത്ത ക്വാണ്ടം നമ്പറിലേക്ക് കിടക്കാം മൈ ഡിയർ സ്റ്റുഡൻസ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത 3 ക്വാണ്ടം നമ്പേഴ്സും ഡിസ്ക്രൈബ്സ് ദി ഓർബിറ്റൽ. 4ാമത്തെ ക്വാണ്ടം നമ്പർ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇറ്റ് ഈസ് ലൈക്ക് ദ ജെൻഡർ. ഓക്കെ, അത് ഡിസ്ക്രൈബ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ആ വീട്ടിൽ ആ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ സിറ്റിയാണ്, എറണാകുളം സിറ്റി. അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റ് ആണ്, സെക്കൻഡ് കോർണർ റോഡ്. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ ഹൗസ് നമ്പർ ആണ്, അല്ലേ? യെസ് ഓർ നോ? ഫൈൻ. ഇത് മൂന്നും ആ ഹൗസിനെ, ആ ഓർബിറ്റലിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സ്പിൻ ക്വാണ്ടം നമ്പർ ഡിസ്ക്രൈബ്സ് ദ ഇലക്ട്രോൺ. ബേസിക്കലി നമ്മുടെ ജെൻഡർ പോലെ തന്നെ, ജെൻഡർ ഡിസ്ക്രൈബ്സ് ദ പേഴ്സൺ. അതേപോലെ തന്നെ സ്പിൻ ക്വാണ്ടം നമ്പർ ഡിസ്ക്രൈബ്സ് ദി ഇലക്ട്രോൺ. എല്ലാവരും നോക്കുക, ഇറ്റ് റെപ്രസെന്റ്സ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോൺ സ്പിൻ അറൌണ്ട് ഇറ്റ്സ് ന്യൂക്ലിയസ്. ഒരു ഇലക്ട്രോണിന് 2 ടൈപ്പ് സ്പിന്ന് ആവാൻ പറ്റും. ഒന്ന് ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ്. ക്ലോക്ക് വൈസ് സ്പിൻ ആണെങ്കിൽ സ്പിൻ ക്വാണ്ടം നമ്പർ +½ ആയിരിക്കും. ആൻറ്റി ക്ലോക്ക് വൈസ് സ്പിൻ ആണെങ്കിൽ സ്പിൻ ക്വാണ്ടം നമ്പർ -½ ആയിരിക്കും. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, ഫൈൻ ഓർ നോട്ട്? ഗോട്ട് ഇറ്റ്? ഇത് നിങ്ങൾ മനസ്സിൽ വെക്കുക. ഓക്കെ, സ്പിൻ ക്വാണ്ടം നമ്പർ നമുക്ക് MS എന്നും പറയാം. MS ക്യാൻ ബി either +or -½ ഓക്കെ, യെസ് ആണോ? ഗോട്ട് ഇറ്റ്? ഓക്കെ, അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സ്പിൻ ക്വാണ്ടം നമ്പർ ഇസ് ലൈക്ക് ദ ജെൻഡർ എന്ന്. കാര്യം എന്താണ്? അത് ബേസിക്കലി ഇലക്ട്രോണിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, പെർഫെക്റ്റ്. അപ്പോൾ മക്കളെ, ഞാനൊരു കാര്യം ചെയ്യാം. ഇനി ഒരു ഭാഗം കൂടി ഉണ്ട്. ഓക്കെ, ബേസിക്കലി ഇലക്ട്രോണിക് കോൺഫിഗറേഷനും കൂടി ബാക്കിയുണ്ട്. പക്ഷേ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എനിക്ക് തോന്നുന്നു നമ്മുടെ ടൈം ഏതാണ്ട് കഴിയാറായി. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഇന്ന് തീർക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മൾ ഇൻഡെപ്ത് കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ പറയുകയും ചെയ്തു ഇതിൽ, നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ ഭാഗം നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നതാണ് എലോങ് വിത്ത് ക്വസ്റ്റ്യൻസ്. ബേസിക്കലി അടുത്ത ക്ലാസ്സിൽ നമ്മൾ എലോങ് വിത്ത് ക്വസ്റ്റ്യൻസ്, അതായത് ആദ്യം നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മൊത്തം കഴിയും. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മൊത്തം കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പുറകെ ക്വസ്റ്റ്യൻസും ചെയ്യുന്നതാണ്. ഓക്കെ, യെസ് ഓർ നോ? അതോടുകൂടി നമ്മൾ അറ്റോമിക് സ്ട്രക്ചർ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. സോ നെക്സ്റ്റ് ക്ലാസ് കാണുക. ക്വസ്റ്റ്യൻസിൻ്റെ ഒപ്പം തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആദ്യം എടുക്കുക, അതിൻ്റെ ഒപ്പം തന്നെ ക്വസ്റ്റ്യൻസും കാണുന്നതാണ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, ഫൈൻ. സോ ദാറ്റ്സ് ഇറ്റ്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്, അല്ലേ? കാര്യം എന്താണ്? നമുക്കുള്ള മോട്ടിവേഷൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ്. ഓക്കെ മൈ ഡിയർ ചാമ്പ്യൻസ്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി ന്യൂ ഇയർ നേരുന്നു മൈ ഡിയർ ചാമ്പ്യൻസ്. എല്ലാവരും പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ.